1.5 കൊല്ലം കൊണ്ട് ഇവിടെ എത്തിച്ച ഒരാൾ ആദ്യമായിട്ട് കാണുക. പക്ഷേ ഐ തിങ്ക് യു ആർ ഓൺ ദ റൈറ്റ്. നിങ്ങൾക്ക് ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. 50,000-ന് മുകളിൽ ഒരു പർച്ചേസിൽ ഉണ്ടാക്കുന്ന ഒരു ബിസിനസ്സാണ്. നിങ്ങളെപ്പോലെ പല സെക്കൻഡ് ജനറേഷൻ ആൾക്കാരും ഉണ്ടാവും. ഇവർക്കറിയേണ്ട വാപ്പനോട് ഇതെങ്ങനെ സംസാരിച്ചത് ചെയ്യിപ്പിച്ചെടുത്തു. അനിൽ ബാലേന്ദ്രന്റെ ഒരു പ്രോഗ്രാമിന് പോയി. അപ്പൊ അതിൽ പുള്ളി പറഞ്ഞതാ ഏത് ഈ കിങ് മേക്കർ എന്ന് പറയുന്നത്. ടെൽ മീ മോർ അബൌട്ട് അനിൽ ബാലചന്ദ്രൻ. കാറേ സെക്കൻഡ് ഹാൻഡ് കിട്ടുമെങ്കിൽ മേടിക്കണം, മെഷീനറിയെ സെക്കൻഡ് ഹാൻഡ് കിട്ടുമെങ്കിൽ മേടിക്കണം, കമ്പ്യൂട്ടറെ സെക്കൻഡ് ഹാൻഡ് കിട്ടുമെങ്കിൽ മേടിക്കണം. അവരെ അക്കൗണ്ട് നോക്കുമ്പോൾ അവർക്ക് ആകെ 8,000 ഫോളോവേഴ്സേ ഉള്ളൂ. ഓക്കെ, അവർക്ക് ഈ പണി അറിയില്ല, പക്ഷെ അവർ അറിയാന്നുള്ള ഒരു ഇതിൽ. പക്ഷെ നിങ്ങൾ എന്തിനു പിന്നെ അവരെ ഹയർ ചെയ്തു? ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള ഒരു അതോറിറ്റി പവർ ഇല്ലേ, അതുണ്ടായിരുന്നില്ല. ഫാമിലി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരോട് ചോദിക്കണം. തെറിച്ച് കളിക്കുന്ന ആ ഒരു സാധനം പോയി. പിന്നെ വീണ്ടും ഹോസ്റ്റൽ ഒഴിവായി നാട്ടിലേക്ക് തന്നെ വന്ന്. പിന്നെ കുറച്ച് ആ ഹോസ്റ്റലിൽ നിന്നപ്പോൾ കുറച്ച് ട്രോമയിലൊക്കെ ആയിരുന്നു, അവിടെ ഒരു ഒറ്റപ്പെട്ടിട്ടൊക്കെ. അപ്പം ലൈഫ് മൊത്തം അവിടെ നിന്ന് ചേഞ്ചായി. അവരലമ്പൊക്കെ തന്നെയായിരുന്നു, പക്ഷെ നമ്മുടെ ആ ഒരു ടൈപ്പേ അല്ല. നമ്മളൊരു മീഡിയം അലമ്പാണെങ്കിൽ ഒരു എക്സ്റ്റെൻഡ് ആണ്. ഏജൻസിനെ വെക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക വ്യൂസ് കൂടുന്ന. കറക്റ്റ്. ഇവരുടെ ആ ഒരു പഴയ ടൈപ്പ് എഡിറ്റിങ്ങും എന്താണോ അറിയില്ല, ആ ക്യാമറന്റെ ആ ഒരു ഇതൊക്കെ കൊണ്ട് വ്യൂസ് കുറയാൻ തുടങ്ങി. നമുക്കൊരു മിഷനും ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ ആൾക്കാർ നമ്മുടെ കൂടെ നിൽക്കും. ഇതൊന്നും ഇല്ലാതെ ഈ വണ്ടി എങ്ങോട്ടാ പോകുന്നത് അറിയാൻ ആൾക്കാർ കൂടെ വരൂലല്ലോ. ഡൗട്ട് ഉണ്ട് മൊത്തത്തിൽ മാർക്കറ്റിൽ. എനിക്കും ഉണ്ട്. പെയ്ഡ് ആഡ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ പിന്നെ കയറൂല എന്നുള്ള. ആയിരം, 2,000, 10,000 ഇതൊക്കെയാണ് ഇതുവരെ നമ്മളെ പോഡ്കാസ്റ്റിൽ വന്ന ഫൗണ്ടേഴ്സ് ചെയ്തിട്ടുള്ള ഒരു ഓർഡറിൻ്റെ വാല്യൂ. പക്ഷേ ഇന്ന് നമ്മളെ പോഡ്കാസ്റ്റിൽ വന്നത് 50,000-ന് മുകളിൽ ഒരു പർച്ചേസിൽ ഉണ്ടാക്കുന്ന ഒരു ബിസിനസ്സാണ്. യെസ്, ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് 45 കൊല്ലമായിട്ട് ഫർണിച്ചർ ബിസിനസ്സിലുള്ള ഒരു ടീമാണ്. അവരുടെ ലേറ്റസ്റ്റ് D2C അല്ലെങ്കിൽ ഡിജിറ്റൽ ഫസ്റ്റ് ബ്രാൻഡായ മാൻലി ഫർണിച്ചർ, അതിൻ്റെ ഫൗണ്ടറാണ് നമ്മളെ കൂടെ. അസീം, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. അസീമേ, നിന്റെ ബോർഡൊക്കെ കണ്ടു ഞാൻ. അതായത് പിന്നെ റോട്ടുമലൊക്കെ അസീം, കണ്ണൂർ ഏരിയയിൽ മാത്രമാണ്. കണ്ണൂർ. ഇതുകൊണ്ട് ഇവൻ എന്താ പരിപാടി, ഫുൾ പ്രാഞ്ചാണോ എന്ന് ആലോചിച്ചാദ്യം. പിന്നെ നിന്റെ പ്രൊഫൈലും ഇതിങ്ങനെ കുറേ വിസിറ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്, ഓക്കെ ഇപ്പം വളരെ സീരിയസ് ആണ്. അപ്പൊ എങ്ങനെയാണ് അസീമിന്റെ ജേണി തുടങ്ങണേ? എവിടെ നിന്നാണ് തുടങ്ങണേ? ജേണി തുടങ്ങുന്നത് ഫാമിലി ബിസിനസ്സിൽ ത്രൂ തന്നെയാണ്. നമ്മുടെ തന്നെ ഷോപ്പുണ്ട്. ഒരു 45 വർഷമായിട്ട് ഫീൽഡിൽ ഉള്ളവരാണ്. ട്രഡീഷണൽ ബിസിനസ് മാത്രം ഫോക്കസ് ചെയ്യും. ഒരു ഷോപ്പായിരുന്നു? ഒരു ഷോപ്പാണ്. എവിടെയാണ് നിങ്ങളുടെ ഷോപ്പ്? പയ്യന്നൂർ, കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ. എന്താണ് ഷോപ്പിന്റെ പേര്? റോയൽ ഡെക്കോർ. റോയൽ ഡെക്കോർ. ഓക്കെ. എത്ര വലിയ ഷോറൂമാണ്? ഒരു 30,000 സ്ക്വയർ ഫീറ്റ് ഉള്ള വലിയ ഷോറൂമാണ്. വലിയ ഷോറൂമാണ്. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ഈ ഓൺലൈനിലേക്ക് വരുന്നത്? ഓൺലൈനിലേക്ക് വരുന്നത് ആക്സിഡന്റലി ഒരു സാധനം കണ്ടതാ. അനിൽ ബാലേന്ദ്രന്റെ ഒരു പ്രോഗ്രാമിന് പോയി. അപ്പൊ അതിൽ പുള്ളി പറഞ്ഞതാ, ഈ കിങ് മേക്കർ എന്ന് പറയുന്നത്. അതെ. പുള്ളി പറഞ്ഞതാ, നിങ്ങൾ ആരെയും പേടിക്കുന്നത്, ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ആരെയും പേടിക്കുന്നുള്ള ആ ഒറ്റ സ്പാർക്ക് കിട്ടിയതാണ്. അതിൽ തുടങ്ങിയതാണ്. എടുത്ത്. ഓക്കെ. അപ്പോൾ നമുക്ക് കുറച്ച് റിവൈൻഡ് അടിക്കാം. അസീമാണ് എന്ന് മനസ്സിലായൊരു സമയം ഉണ്ടാവുമല്ലോ. അതായത് എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന്, മേ ബി സ്കൂളിലായിരിക്കാം, കോളേജിലായിരിക്കാം, അവിടുന്ന് തുടങ്ങാം. വെൻ ഡിഡ് യു സ്റ്റാർട്ട് ദാറ്റ് ജേർണി? ഈ തെറിച്ച് കളിക്കുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ, അതിന് കുറച്ചൊരു ബോധം വരുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ, അതെപ്പോഴായിരുന്നു? അതൊരു +2 ഒക്കെ പഠിക്കുന്ന ടൈമായിരിക്കും. അതൊരു 7ാം ക്ലാസ് ഒക്കെ വരെ വൻ അലമ്പായിരുന്നു സ്കൂളിൽ. ഏറ്റവും ബാക്ക് പേര് കേട്ടാണ്. അതിനുശേഷം പിന്നെ ഒരു കൊല്ലം ഒരു ഹോസ്റ്റലിൽ പോയി നിന്ന്. അവിടുന്ന് പിന്നെന്തോ ആ ഒരു ഇതൊക്കെ പോയി, അവര് തെറിച്ച് കളിക്കുന്ന ആ ഒരു സാധനം പോയി. പിന്നെ വീണ്ടും ആ ഹോസ്റ്റൽ ഒഴിവായി നാട്ടിലേക്ക് തന്നെ വന്ന്. പിന്നെ കുറച്ച് ആ ഹോസ്റ്റലിൽ നിന്നപ്പോൾ കുറച്ച് ട്രോമയിലൊക്കെ ആയിരുന്നു, അവിടെ ഒരു ഒറ്റപ്പെട്ടിട്ടൊക്കെ. അപ്പം ലൈഫ് മൊത്തം അവിടെ നിന്ന് ചേഞ്ചായി. ഓക്കെ. പിന്നെ നാട്ടിൽ വന്ന് നാട്ടിൽ സ്കൂളിൽ ചേർന്നു. എവിടെയായിരുന്നു ആ ഹോസ്റ്റല്? അത് കാസർഗോഡ്. അതായത് കണ്ണൂരിന് കാസർഗോഡേക്ക് പിന്നെ ഈ വിട്ടോന്ന് പറഞ്ഞു വാപ്പ? അല്ല, ഞാൻ തന്നെ തീരുമാനം എടുത്ത് പോയതാ. അത് ശരി. അതെങ്ങനെ അങ്ങനെ ഒരു തീരുമാനം വരാൻ കാരണം? അത് എനക്ക് തന്നെ തോന്നി ഒരു ചേഞ്ച് വേണമെന്നുള്ളത്.
പക്ഷെ ഞാൻ അന്നേരം വിചാരിച്ചത് ആ. നാട്ടിൽ നിന്ന് കളിക്കുന്നതിനെക്കാട്ടി അലമ്പ് അവിടെ പോയി കളിക്കാന്നാ വിചാരിച്ചത്. പിന്നെ ഉദ്ദേശം വേറെ ആയിരുന്നു, നന്നാവണമെന്നല്ല, കുറച്ചും കൂടി കച്ചറ കളിക്കാം, നാട്ടിന് വിട്ടുന്ന കുറച്ചുകൂടി കച്ചറയാവാം. അതെ. ചാറ്റ് GPT, ജെമിനി പോലുള്ള ടൂൾസിലാണ് നമ്മളിപ്പോൾ പല പ്രൊഡക്ട്സും ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ടൂൾസിൽ നമ്മളെ പ്രൊഡക്ട്സും നമ്മളെ ഷോപ്പിഫൈ സ്റ്റോറും വിസിബിൾ ആവണ്ടേ? അതിന് ഹെൽപ്പ് ചെയ്യുന്ന ടൂളാണ് fixmystore.com, ഹൂ ഈസ് ദ സ്പോൺസർ ഫോർ ദിസ് എപ്പിസോഡ്. കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നൗ ബാക്ക് ടു ദ എപ്പിസോഡ്. ഇതിപ്പോ ഞാൻ നാട്ടിലൊക്കെ കേട്ടിട്ടുള്ളത് ബോർഡിംഗ് പിള്ളേർ ഇതിലും അലമ്പാന്നാ കേട്ടത്. നാട്ടിലുള്ള പിള്ളേർ കുട്ടികളെക്കാൾ ആളൊരു ഉദ്ദേശത്തിലാ പോയത്. പക്ഷെ അവിടെ പോയപ്പോ ടോട്ടലി ഡിഫറെന്റ് ആയിരുന്നു. അവർ അലമ്പൊക്കെ തന്നെയായിരുന്നു, പക്ഷെ നമ്മുടെ ആ ഒരു ടൈപ്പേ അല്ല. നമ്മളൊരു മീഡിയം അലമ്പാണെങ്കിൽ ഒരു എക്സ്റ്റെൻഡ് ആണ്. നമുക്ക് അതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അലമ്പാണ് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതെങ്ങനെ ട്രോമയായി മാറിയെന്ന് അറിയാൻ കാരണം? ട്രോമ പിന്നെ ഞാൻ അവിടെ നിന്ന് ആരോട് സംസാരിക്കാതെയായി. നാട്ടിലെത്തിയിട്ടും പുതിയ സ്കൂളിൽ പോയപ്പോഴും ഒക്കെ ആരോട് സംസാരിക്കാതെയായി. എല്ലാം അറിയില്ല, മൊത്തത്തിലൊന്നും ഒറ്റപ്പെട്ട് ഒരു പ്രോ ഇൻട്രോവേർട്ടായി മാറി. അടിപൊളി. ഓക്കെ. അപ്പൊ ആദ്യം എക്സ്ട്രോവേർട്ട് ആയിരുന്നു 7ാം ക്ലാസ് വരെ, പിന്നെ ഹോസ്റ്റലിൽ പോയി ഒന്നും കൂടി എക്സ്ട്രോവേർട്ട് ആയി എന്ന് പറയാൻ പറ്റില്ല. ആ ഒരു ഫ്രണ്ട് സർക്കിളില് അത്യാവശ്യം ഞാൻ അലമ്പായിരുന്നു. അത്യാവശ്യം അലമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ കളികൾക്കും കൂടുക. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാസർഗോഡ് സെറ്റായില്ല. അപ്പൊ തിരിച്ചിങ്ങോട്ട് തന്നെ വന്ന്. പക്ഷെ പഴയ സ്കൂളിലേക്ക് പോയില്ല. ഇല്ല, വേറെ സ്കൂളിൽ പോയി. ഓക്കെ. ഇപ്പൊ അതിനുശേഷം എന്താണ് സംഭവിച്ചത്? അതിനുശേഷം പിന്നെ നീലഗിരി എന്ന് പറയുന്ന സ്ഥലത്ത് ഡിഗ്രി പഠിക്കാൻ പോയി. ഊട്ടിയിൽ? ഊട്ടി വയനാട് ബോർഡറിൽ നൈസ്. നീലഗിരി കോളേജിൽ. ഓക്കെ. അതെങ്ങനെ അവിടെ എത്താൻ കാരണം? അവിടെ ഉപ്പ കൊണ്ടാക്കിയതാ. ഉപ്പാരോടൊക്കെ ചോദിച്ചിട്ട് നല്ല കോളേജാണ് എത്താനോ അവിടെ കൊണ്ടാക്കി. കോളേജിന്റെ പേരെന്താ? നീലഗിരി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്. ഓ നൈസ്. ഓക്കെ. അവിടെ പക്ഷെ കൊറോണ ടൈം ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് 2-3 എക്സാം ഒക്കെ ഓൺലൈനിലായിരുന്നു. പിന്നെ അവിടെ ഇതേപോലെ ജെല്ലാവാൻ കുറച്ച് ടൈം എടുത്ത്. പിന്നെ അവിടെ പ്രശ്നമില്ലാതെ പോയി, നന്നായി പോയി. നല്ല ക്ലൈമറ്റ് ഒക്കെ ആയിരുന്നു. ക്ലാസ്സിന് പോലെങ്കിൽ റൂമിൽ കിടന്ന് ഉറങ്ങുന്നില്ല ഊട്ടി പഠിക്കുക, നല്ല തണുപ്പത്ത്. അതല്ലേ ഹരല്ല പരിപാടിയായിരിക്കും. എന്നിട്ട് അത് പഠിച്ച് പിന്നെ അവിടെ പോയി. കൊറോണ ടൈമിലായിരുന്നു. എന്നിട്ട് എങ്ങനെയാണ് അടുത്ത അവിടുന്ന് എങ്ങനെയാണ് ജേണി മുന്നോട്ട് പോണേ? അവിടെ ഇപ്പം ഒരു പരിപാടി നടക്കാണ്. നാളെ ഓണം പ്രോഗ്രാമാണ്. ഇന്ന് ഞാൻ ഷർട്ടൊക്കെ അടിച്ച്. പക്ഷെ നാട്ടിൽ ഒരു ഓഫർ നടക്കാം നമ്മളെ റോയൽ ഡെക്കോറിൽ. അപ്പൊ ഞാൻ അന്ന് വണ്ടി കയറി. അവിടെ നല്ല തിരക്കാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിനേക്കാളും ഇമ്പോർട്ടൻസ് കൊടുത്തത് ഫാമിലി ബിസിനസ്സിലാണ്. ഓക്കെ. അപ്പൊ ആ സമയത്ത് എങ്ങനെയായിരുന്നു? ആ സെക്കൻഡ് ഇയർ ആയിരുന്നോ, തേർഡ് ഇയർ ആയിരുന്നോ അത് സംഭവിക്കുന്നത്? തേർഡ് ഇയറിൽ. ഓക്കെ. എല്ലാരും നാളത്തെ ഓണത്തിന്റെ ഇതില് പ്രിപ്പറേഷനിലായിരുന്നു. ഞാൻ തന്നെ ഇട്ട ഓഫർ ആയിരുന്നു. അപ്പൊ നേരത്തെ ബിസിനസ്സിൽ ഇൻവോൾവ് ആയിരുന്നോ? ഫാമിലി ബിസിനസ്സിൽ? അല്ല, ഞാൻ ഇടയ്ക്കൊക്കെ പോവും, ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ പോവും. എന്നിട്ട് അവിടെ പോയിട്ട് കച്ചവടം ചെയ്യും. ആൾക്കാർ വരുമ്പോൾ ആൾക്കാർക്ക് സാധനം കാണിച്ചു കൊടുക്കും. എങ്ങനെയായിരിക്കും ആ ഒരു കാര്യം? എനിക്കിപ്പോൾ നിങ്ങൾ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ വാപ്പൊക്കെ കണ്ട് ഓട്ടോമൊബൈൽ സ്പേസ് ആയിരുന്നു. അപ്പോൾ ഞാൻ എപ്പോൾ ഫ്രീ ടൈം കിട്ടിക്കഴിഞ്ഞാലും ഷോപ്പിൽ പോകും. എൻ്റെ മെയിൻ ഉദ്ദേശമാണ് നേരെ അപ്പുറത്തൊരു പിന്നെ തട്ടുകട ഉണ്ട്, അവിടുന്ന് പൊറോട്ടയും ബീഫും കഴിക്കണം അടുത്ത സ്റ്റാഫിൻ്റെ കൂടെ ഒക്കെ. ഇതായിരുന്നു മെയിൻ ഉദ്ദേശം. പക്ഷെ ആ ഒരു പ്രോസസ്സിൽ ഞാൻ കുറേ സെയിൽസ് പഠിച്ചു. ആൾക്കാർ വരുമ്പോൾ ഓരോ സാധനങ്ങൾ ചോദിക്കും, ഓരോ സ്പെയർ പാർട്സ് ചോദിക്കും. അപ്പം ആ വണ്ടിക്ക് ഇന്ന സ്പെയർ പാർട്ടാണ്, ഇതൊക്കെ എനിക്ക് ഇങ്ങനെ കാണാപ്പാടം പഠിച്ചു തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നാൽ അതാ. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു എപ്പോഴായിരുന്നു നിങ്ങളുടെ സെയിൽസിലേക്ക് ഇറങ്ങിയത്? ഷോപ്പ് പോയി ഒരുപാട് അവിടെ തന്നെ ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. ഏത് സമയത്ത്? സ്കൂളിലായിരുന്നപ്പോ ഷോപ്പിൽ പോകലുണ്ടോ? ഒരു +2 ടൈമൊക്കെ, +1+2 ടൈമൊക്കെ പോകും. ഓക്കെ. ഒരു 18 വയസ്സ് 17 വയസ്സ് ആ ടൈമൊക്കെ പോകും. അപ്പൊ അവിടെയുള്ള പ്രശ്നങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ തുടങ്ങി. ഡിസ്പ്ലേ ഒക്കെ വൻ അലമ്പായിരുന്നു. കുറെ ഡെഡ് സ്റ്റോക്ക് ഒക്കെ ഉണ്ടായിരുന്നു, ഒരുപാടുണ്ടായിരുന്നു. അത് മൊത്തം ഒരു ഓഫർ ഇട്ട്, ഒരു 30 ഡേ ഓഫറും പിന്നെ ഒരു 3 ഡേ ഇത് സൂപ്പർ സെയിൽ എന്നിട്ട് ഒരു ഓഫർ ഇട്ട്. അതിപ്പോ ഇന്ന് മാർക്കറ്റിലെ ട്രെൻഡ്, എല്ലാവരും ചെയ്യുന്ന ഒരു സാധനമായി മാറി. മൈ ബെഡ്റൂം എന്നിട്ടൊരു യൂട്യൂബിനെ വിളിച്ചിട്ട് ഈ ഡെഡ് സ്റ്റോക്ക് മൊത്തം ഒഴിവാക്കി. ഒരു 3 ഡേയ്സ് കൊണ്ട് തന്നെ ഷോപ്പിലുള്ള സ്റ്റോക്ക് നേരെ പകുതിയോ ഭാഗമാക്കി മാറ്റി. ഈ ഡെഡ് സ്റ്റോക്ക് ഒക്കെ എവിടെ നിന്നാണ് പഠിക്കുന്നത് ഇങ്ങനത്തെ? കാരണം ജസ്റ്റ് സ്കൂൾ കഴിഞ്ഞു, കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അഗൈൻ എന്താ പഠിച്ച? BCom? BBA.
BBA ആ. BBA അടിച്ചോണ്ട് കുറച്ചൊരു ആ. ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഇല്ല അങ്ങനെ ഒരു ഐഡിയയും ഒരു കിട്ടിയില്ല. ഐഡിയ ഇല്ല, കോളേജിനല്ല. ഓക്കെ, അപ്പൊ ഈ ഡെഡ് സ്റ്റോക്കിന്റെ മുകളിലേക്ക് നിങ്ങൾ ഇറങ്ങാൻ കാരണം ആ സമയത്ത് എങ്ങനെയാണ് ആ ഒരു ചിന്ത വന്നത്? ഞാൻ പോകുമ്പോഴൊക്കെ ആ സ്റ്റോക്ക് അവിടെ കിടക്കാം, ആ. അവിടെ നനങ്ങൂല. ആ. പൊടി പിടിച്ച് ഗ്ലാസ് ഒക്കെ ഫുൾ കലയായി, ആ, ടേബിളൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെ. ഞാൻ എപ്പോ പോയാലും അത് അവിടെ ഉണ്ടാവും. അതവിടെ ഉണ്ടാവും. അവിടെ കണ്ട് മടുത്ത് അത് അവിടെ നിന്ന് ഒഴിവാക്കണം എന്ന് തോന്നി. ഓക്കെ, അങ്ങനെ അല്ലാണ്ട് വാപ്പ പറഞ്ഞതൊന്നല്ല. ഇല്ലില്ല, ഓക്കെ, ആരും പറഞ്ഞൊന്നുമില്ല, ഞാൻ തന്നെ ആ. കയ്യിൽ അപ്പൊ അത് ഒഴിവാക്കണം തോന്നി. അപ്പൊ ഒഴിവാക്കണം തോന്നിയപ്പോ നിങ്ങൾ എന്താ ചെയ്ത്? ധാരാളം ഇത് വെറുതെ കയറ്റി നിങ്ങൾക്ക് സെയിൽ ഇടാൻ പറ്റൂലല്ലോ. ഞാനൊരു ഓഫർ ഇട്ടാലോ എന്ന് ഇവരോടൊക്കെ പ്ലാൻ ചെയ്ത്, ആ. ഓഫർ ഇട്ട് കോസ്റ്റിനാണെങ്കിൽ കോസ്റ്റിന് കൊടുത്ത് ഒഴിവാക്കാന്നുള്ള ഇത്. ആ സ്പേസ് ഫ്രീ ആവും. അവരാദ്യം ഇതിനൊന്നും ഓക്കെ ആയിരുന്നില്ല, ആ. എന്തിനാ വെറുതെ പ്രശ്നമാവുന്നൊക്കെ രീതിയിൽ. ആ. പിന്നെ ഞാൻ നിർബന്ധിച്ച് അത് ചെയ്ത് ഞാനത് വൻ സക്സസ് ആയി. നല്ലൊരു ക്യാഷ് ഫ്ലോ ഷോപ്പിലേക്ക് വന്നു. അടിപൊളി. അപ്പൊ ആ സമയത്ത് ക്യാഷ് ഫ്ലോ, പക്ഷെ ഒരു ട്രഡീഷണൽ ബിസിനസ് ആയതുകൊണ്ട് തന്നെ ഈ സെയിൽ ഒന്നും ചെയ്ത് പരിചയം ഉണ്ടാവില്ല. സെയിൽസ് എന്താ പറയുക പറയാ, സെയിൽസിന്റെ സീസൺ. ഓക്കെ, അപ്പൊ അത് ആരൊക്കെ ബിസിനസ്സിൽ അപ്പൊ ഇൻവോൾവ് ആയിട്ടുണ്ട്? വാപ്പയും ആരൊക്കെ ഉണ്ട്, മൂത്താപ്പുണ്ട്. അതായത് വാപ്പന്റെ അനിയൻ അല്ല, ഏട്ടൻ. നമ്മുടെ അവിടെ ഉമ്മാന്റെ അവിടെ ആണല്ലോ താമസം. അപ്പൊ ഉമ്മാന്റെ ഏട്ടത്തിന്റെ ഭർത്താവ്. ഓക്കെ, അവർ രണ്ടുപേരാണ് ഈ ബിസിനസ് മാനേജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങള് പിന്നെ ബ്രദർ ഉണ്ടോ? ബ്രദർ ബിസിനസ് ഇൻവോൾവ് ആണോ? ബ്രദർ അല്ല, കാക്ക, അമ്മാവനാണ് ഈ മാനുഫാക്ചറിങ് ഒക്കെ. ഓക്കെ, അപ്പൊ അത് ഭയങ്കര സക്സസ്ഫുൾ ആവുന്നു. കോളേജിന് ലാസ്റ്റ് ഇയർ വരുന്നു, സക്സസ്ഫുൾ ആയതിനു ശേഷം എന്ത് സംഭവിച്ചു? ക്യാഷ് ഫ്ലോ വന്നു, കുറെ ക്യാഷ് വന്നു. പിന്നെ ഇതിൽ തന്നെ ഇൻട്രസ്റ്റ് ആയി. പിന്നെ ഞാൻ ഇത് ഇൻസ്റ്റഗ്രാമില് ഈ മൈ ബെഡ്റൂം എടുത്ത കട്ടിങ്സ് ഇടാൻ തുടങ്ങി, അതും വൈറലാവാൻ തുടങ്ങി. അപ്പൊ എനിക്ക് തോന്നി ഇതിലൊരു സാധ്യത ഉണ്ട്, എന്തുകൊണ്ട് നമുക്ക് തന്നെ ചെയ്തുകൂടാന്നുള്ളത്. കറക്റ്റ്. അങ്ങനെ ഇതേപോലെയാണ് അൻഫൽ സഫാരി ചെയ്തത്. അവനൊരു യൂട്യൂബറെ വിളിക്കുന്നു, ആ യൂട്യൂബ് 2-3 പ്രാവശ്യം ചെയ്തപ്പോ ഇവർക്ക് ഭയങ്കരമായിട്ട് സെയിൽ കൂടി. അപ്പം പിന്നെ അവൻ ചോദിച്ചു, എന്നാ പിന്നെ എന്ത് നമുക്ക് തന്നെ ചെയ്തൂടെ, ഇവരെ വിളിക്കാം, പക്ഷെ നമുക്കും ആയിക്കൂടെ. അപ്പൊ അങ്ങനെ തോന്നി. എന്നിട്ട് പിന്നെ ഞാൻ എന്നെ കാണിക്കാതെ മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. അതിൽ ത്രൂ സെയിൽ വരാൻ തുടങ്ങി, ഇൻകം വരാൻ തുടങ്ങി. വെരി നൈസ്. എന്തായിരുന്നു അത്? ബ്രാൻഡിന്റെ പേരിലുള്ള പേജ് ആയിരുന്നു? എങ്ങനെ? റോയൽ ഡെക്കോർ ഫർണിച്ചർ എന്ന് പറഞ്ഞ പേജ്. അപ്പൊ ഈ പിന്നെ ഏതായാലും നിങ്ങൾ പറഞ്ഞ യൂട്യൂബർ ആയിരുന്നു അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം യൂട്യൂബർ മൈ ബെറ്റർ ഹോം. അപ്പൊ അവരെ വിളിച്ച് നിങ്ങളൊരു വീഡിയോ ചെയ്യുന്നു, അതിനകത്ത് നിങ്ങൾക്ക് സെയിൽസ് കിട്ടുന്നു, അതിന്റെ ക്ലിപ്പിംഗ്സ് എടുത്ത് നിങ്ങളെ ബ്രാൻഡിലും ഇടുന്നു, അതും അടിച്ച് കയറാൻ തുടങ്ങി. യൂട്യൂബിൽ കയറുന്നതിനെക്കാട്ടി ഇൻസ്റ്റാഗ്രാമിൽ കയറാൻ തുടങ്ങി. ഓക്കെ, യൂട്യൂബ് നിങ്ങൾ എടുത്തിട്ട് അത് ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ തുടങ്ങി. ഓക്കെ, കട്ട് ചെയ്തിട്ട് അതേ സാധനം തന്നെ. ഇപ്പോഴത്തേക്ക് കോളേജ് കഴിഞ്ഞോ? ഈ സമയപ്പോഴത്തേക്ക് കോളേജൊക്കെ കഴിഞ്ഞോ? ഫുൾ ടൈം ആയോ? ഇല്ല, അതാ ഞാൻ പറഞ്ഞത്, ആ ടൈമിലാണ് ഓണത്തിന്റെ പരിപാടി നടക്കുന്നത്. അപ്പൊ തലേന്ന് ഞാൻ നീലഗിരിന്ന് വണ്ടി വരും നാട്ടിലേക്ക് സെയിൽ ചെയ്യാൻ, ഓണം പരിപാടി സ്കിപ്പ് ചെയ്തിട്ട്. അപ്പൊ ഈ സെയിൽസ്, ഓക്കെ, നിങ്ങൾ ഈ യൂട്യൂബറെ വിളിച്ചിട്ടാണ് ഈ സെയിൽസ് അറിയിക്കുന്നത് ആൾക്കാരെ. നൈസ്. ആ ഒരു തോട്ട് പ്രോസസ് എങ്ങനെയാ വന്നത്, യൂട്യൂബറെ വിളിക്കാമെന്നല്ലേ? ഞാൻ എപ്പോഴും യൂട്യൂബ് കണ്ടുകൊണ്ടേയിരിക്കും. അപ്പൊ അതിൽ നിന്ന് ഇവര് വീടിന്റെ ഒക്കെ ചെയ്യാം, അധികം ഫർണിച്ചർ. ആ സമയത്ത് ആ ഒരു ട്രെൻഡ് ഇല്ല. അപ്പൊ ഞാൻ ആലോചിച്ചു, വീട്ടുകാർക്ക് എന്തായാലും ഫർണിച്ചർ വാങ്ങണമല്ലോ, വീട് കാണുന്നവർ ഇവരുടെ വീഡിയോ കാണുന്നുള്ള ഇതിൽ ഇവരെ വിളിച്ച്. ഓക്കെ, നൈസ്. അപ്പൊ അവരെ വിളിച്ചു, ഇത് സാധനമാക്കി, ആ ക്ലിപ്പിംഗ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവിടുന്ന് അങ്ങോട്ട് എങ്ങനെയാ ചേടി പോണത്? അവിടുന്ന് പിന്നെ ഞാൻ തന്നെ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. ഫേസ് ഇല്ലാണ്ട് അല്ല, ഫേസ് കാണിച്ചിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്ത്. ഓക്കെ, നല്ല ഫ്രണ്ട്സ് ഒക്കെ നല്ല കളിയാക്കി, കമന്റ് ബോക്സ് മൊത്തം ഫ്രണ്ട്സ് ആയിരുന്നു. ആദ്യത്തെ ഒരാഴ്ച ഭയങ്കര കളിയാക്കല്ലേ, പക്ഷെ അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മൈൻഡ് ചെയ്തില്ല. വെരി ഗുഡ്. പിന്നെ അത് കൺസിസ്റ്റന്റ് ആയി ചെയ്യാൻ തുടങ്ങി. പിന്നെ അതിൽ തന്നെ നല്ല സെയിൽ വരാൻ തുടങ്ങി. എങ്ങനെയാണ് മീൻസ് എങ്ങനത്തെ വീഡിയോസ് നിങ്ങൾ ചെയ്യല്? ഞാൻ തന്നെ ഇരുന്ന് ഞാൻ തന്നെ പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ, മൈക്കൊന്നും ഇല്ലാതെ ഭയങ്കര നോയ്സ് ഒക്കെ ആയിരിക്കും. ഞാൻ തന്നെ പരിചയപ്പെടുത്തും സാധനം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന ഈ ഒരു സോഫയാണ്, ഇതിന് ഇന്ന ഫീച്ചറാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തന്നെ കാണിക്കും. ഓക്കെ, എന്നിട്ട് അതിന്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് DM എൻക്വയറി വരും. എന്നിട്ട് നിങ്ങൾ കോൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ വാട്സാപ്പിലോ ക്ലോസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത് ഫാമിലി ബിസിനസ് ആണല്ലോ. അപ്പൊ റോയൽ ഡെക്കോർ അല്ല നിങ്ങളപ്പ പേര്, ഇപ്പൊ മാൻലി ഫർണിച്ചർ ആണ്. അപ്പൊ ആ ഒരു ട്രാൻസിഷൻ എങ്ങനെയായിരുന്നു സംഭവിച്ചത്? അത് ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള ഒരു അതോറിറ്റി പവർ ഇല്ലേ, അതുണ്ടായിരുന്നില്ല. ഫാമിലി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരോട് ചോദിക്കണം, എന്ത് FM ആഡോ ഹോർഡിങ്ങോ ഇപ്പൊ ഞാൻ വെച്ചില്ലേ, അതൊക്കെ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നില്ല. ഒരു ഫ്രീഡം ഇല്ല. അതായത് കുറെ ആൾക്കാരോട് അപ്രൂവൽ എടുക്കണം. എല്ലാ ഫാമിലി ബിസിനസ്സിലും ജനറലി ഇല്ല, പ്രോബ്ലം ആണ്. കാരണം അവിടെ 10-30 വർഷം, നിങ്ങൾ ബേസിക്കലി 45 വർഷമായി. അപ്പൊ അത്രയും കാലമായിട്ടുള്ള പല സ്റ്റാഫും ഉണ്ടാവും. അപ്പൊ ഇവരൊക്കെ കൺവിൻസ് ചെയ്യിക്കേണ്ടി വരും.
ഓക്കെ. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു ട്രാൻസിഷൻ എങ്ങനെ സംഭവിച്ചത്? കാരണം ഓക്കെ ഡിസിഷൻ എടുക്കാനായിട്ടില്ല, സാധനങ്ങൾ മുന്നോട്ട് നീക്കാൻ പറ്റുന്നില്ല. ആ. അപ്പോൾ എന്തായിരുന്നു നിങ്ങൾ അടുത്ത ചെയ്തത്? പിന്നെ നമ്മുടെ ഒരു പൂട്ടിക്കിടക്കുന്ന ഫാക്ടറി ഉണ്ടായിരുന്നു, ആ. ഫുൾ അലങ്കോലായി കിടക്കുന്നത്. നമ്മൾ ആ ഫാക്ടറി അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തിരുന്നു വലിയൊരു ഫെസിലിറ്റിക്ക്. ഓക്കെ. അപ്പൊ പഴയ ഫാക്ടറി ഉണ്ടായത് ആ. ഉപ്പാപ്പ അത് റീബിൽഡ് ചെയ്തു. ഉപ്പാപ്പ എന്ന് പറയുമ്പോൾ ഉമ്മാന്റെ ഉപ്പ. ഉമ്മാൻ്റെ ഉപ്പ. ഓക്കെ. ഉപ്പാപ്പ അത് ഒരു നല്ലൊരു ഷെഡാക്കി ആ. റീബിൽഡ് ചെയ്തെന്ന്. ആ. അവിടെ ഞാൻ ട്രാക്ക് ലൈറ്റ് സെറ്റ് ചെയ്തു. നല്ല എക്സ്പെൻസീവ് ഒരു ലൈറ്റ് ഉണ്ട്, ആഹാ. അതും ലൈറ്റും സെറ്റ് ചെയ്ത് അവിടുന്ന് വീഡിയോ ചെയ്യൽ തുടങ്ങി. ഓക്കെ. പക്ഷേ റോയൽ ഡെക്കോറിന് തന്നെ വീഡിയോ ആണ്. അല്ല, ഞാൻ ഹോൾസെയിൽ ചെയ്യാന്നുള്ള ഇതിലാണ് വീഡിയോസ് ചെയ്തത്. അതായത് അമ്മാവന്റെ അടുത്ത് പ്രൊഡക്റ്റ് എടുത്തിട്ട് ആ. ഹോൾസെയിൽ ചെയ്യാന്നുള്ള Wholesale. ഫാമിലി ബിസിനസ്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു കോൺവെർസേഷൻ പോയത്? കാരണം നിങ്ങളെപ്പോലെ പല സെക്കൻഡ് ജനറേഷൻ ആൾക്കാരും ഉണ്ടാവും. ഇവർക്ക് അറിയേണ്ട വാപ്പനോട് ഇതെങ്ങനെ സംസാരിച്ചത് ചെയ്യിപ്പിച്ചെടുത്തു, ആ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? അത് അത്ര ഹാർഡൊന്നും ആയിരുന്നില്ല. ഉപ്പാപ്പ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. ആഹാ. ഉപ്പാപ്പാണ് ഫാമിലിയിൽ ഒരു അതോറിറ്റി. ഉപ്പാപ്പയാണ് ഈ പിന്നെ ബിസിനസ് മൊത്തത്തിൽ CEO ലെവലിലല്ലേ? അങ്ങനെയാണോ? ഡയറക്ട്ലി ഇൻവോൾവ് അല്ല, ആ. പക്ഷെ മുകളിലൊരു ഹെഡ് ഉണ്ടാവല്ലോ, ആ. അത് ഉപ്പാപ്പാണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ റിയൽ എസ്റ്റേറ്റിലൊക്കെയാണ് ഇതിലൊന്നും. മനസ്സിലായി. ഓക്കെ. അപ്പോൾ ഉപ്പാപ്പനോട് പറയുന്നു, എന്താ പറഞ്ഞേ? ഉപ്പാപ്പനോട് പറഞ്ഞ് ഞാൻ ഇവിടെ തന്നെ സ്വന്തമായിട്ട് തന്നെ തുടങ്ങിയാൽ അവിടെ ആകുമ്പം കുറെ അപ്രൂവലൊക്കെ എടുക്കണം. ആ. ഉപ്പാപ്പ എനിക്ക് ഇഷ്ടമല്ലേ എന്താ വേണ്ട വെച്ചാൽ ചെയ്തരാന്ന് പറഞ്ഞു. അടിപൊളി. ആ. അവിടെ ഒരു ഷെഡ് നല്ല വൃത്തിക്ക് എടുത്താന്നു. അപ്പോൾ ആ ഷെഡിൽ നിങ്ങൾ പിന്നെ ആ പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങളെ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നു. ഞാൻ ഹോൾസെയിൽ ചെയ്യാൻ വേണ്ടി വീഡിയോസ് ചെയ്യുന്നു, ഷോപ്പുകളിലേക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടി. ഓക്കെ. പക്ഷെ അതിൽ നിന്ന് റീറ്റെയിൽ എൻക്വയറീസ്, ഹോൾസെയിലിന് ഒരു 10 എൻക്വയറി ആണെങ്കിൽ റീറ്റെയിലിന് ഒരു 90 എൻക്വയറി വരാൻ തുടങ്ങി. അപ്പൊ അതിലും മാർജിനും കൂടുതലാണ്. നമുക്കൊരു സാധ്യത തോന്നി ഇത് റീറ്റെയിൽ തന്നെ ചെയ്യാലോ. ആൾക്കാർ ഇത് ഈ ഒരു ഫാക്ടറി ഉള്ളത് കുറച്ച് ഉള്ളിലാണ്, ഗ്രാമപ്രദേശത്താണ്. അതെ. ആൾക്കാർ വരുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ആൾക്കാർ വന്ന് പാർക്കിംഗ് പോലും ഇല്ലാണ്ട് അപ്പുറം വണ്ടി ഇട്ടിട്ട് നടന്നു വരാൻ തുടങ്ങി. ഇതിൽ കയറാനൊക്കെ പാടാ, അതൊന്നും അവർക്ക് പ്രശ്നമില്ല. ആ നാട്ടിലെ ആൾക്കാരെന്നാണോ വന്ന്? അല്ല, ദൂരത്തുനിന്നൊക്കെ വരാൻ തുടങ്ങി. ഓക്കെ. വീഡിയോ ഗ്ലോബലി എത്തുമല്ലോ. അപ്പൊ ദൂരത്തിൽ എത്ര ദൂരത്തിൽ വന്നിട്ടുണ്ടാവും? ഒരു 45 കിലോമീറ്റർ 50 കിലോമീറ്റർ ദൂരത്തുനിന്നൊക്കെ ആൾക്കാർ വന്ന് ഫസ്റ്റ് പർച്ചേസ് ചെയ്ത് നമുക്ക് ഇപ്പോഴും അതിശയാ ആൾക്കാർ എന്തുകൊണ്ട് ഇവിടെ വന്ന് എടുത്തു എന്നുള്ളത്. പിന്നെ അത് ഫസ്റ്റ് വീഡിയോ എന്തായിരുന്നു? ഫസ്റ്റ് ഒരു ബെഡ്റൂം സെറ്റിന്റെ വീഡിയോ ആയിരുന്നു. ആ ബെഡ്റൂം സെറ്റ് ഇഷ്ടപ്പെട്ടിട്ട് കാണാൻ വന്നു. പക്ഷെ അത് പെട്ടെന്ന് സെയിലായില്ല. അത് ഞാൻ ഏതോ ഷോപ്പിലേക്ക് തള്ളി വിട്ടതാ. പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ വെക്കുന്ന ആ മോഡൽ ബെഡ്റൂം സെറ്റാണ്. അടിപൊളി. ഓക്കെ. എന്നിട്ട് പിന്നെ ആ ജേണി എങ്ങനെയാണ് പോകുന്നത് മുന്നോട്ട്? പിന്നെ ജേണി ഞാൻ റീറ്റെയിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ഹോൾസെയിൽ നിങ്ങൾ ഹോൾസെയിലിനാണ് തുടങ്ങിയത്, തുടങ്ങിയത്. പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരുന്ന എൻക്വയറി റീറ്റെയിലിനാണ്. ഹോൾസെയിൽ അതേപോലെ എൻക്വയറി വരും, പക്ഷെ ഹോൾസെയിലിന്റെ പ്രശ്നം ക്യാഷ് ഫ്ലോക്ക് കുറെ ടൈം എടുക്കും. ക്രെഡിറ്റ് കൊടുക്കേണ്ടി വരും. മനസ്സിലായി. പക്ഷെ അപ്പൊ വേറെയും പല പ്രശ്നങ്ങളുണ്ടാവും. ഷോപ്പുകാര് ചെറിയ പ്രശ്നം പറഞ്ഞ പേയ്മെന്റ് അവിടെ ബ്ലോക്ക് ചെയ്യും. അങ്ങനെ ഓടിക്കട്ടോ, നമ്മളെ സ്വന്തം ബ്രാൻഡ് അക്കരിക്ക്. ഓക്കെ. അപ്പോൾ പേയ്മെന്റ് ബ്ലോക്ക് ആവുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ റീറ്റെയിലേക്ക് ഡൈവേർട്ട് ചെയ്തു. ഓക്കെ. എടുത്തു തുറന്നു. അങ്ങനെ പല പ്രശ്നം വന്നപ്പോ റീറ്റെയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. അപ്പോൾ റീറ്റെയിൽ പിന്നെ എങ്ങനെയാണ്? ഓരോ പ്രോഡക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോസ് ഇടും. ഓക്കെ. അപ്പൊ ഈ മാൻലി എങ്ങനെയാണ് ഈ പിന്നെ പേര്? എനിക്കൊരു ഔട്ട്ഫിറ്റ്സിന്റെ പേജ് ഉണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് ഔട്ട്ഫിറ്റ്സ് പറഞ്ഞാൽ ക്രോക്സിന്റെ ഷൂ ഒക്കെ ഇവിടുന്ന് ചീപ്പ് റേറ്റിന് കിട്ടിയിട്ട് സെയിം മിന്ത്രയിലേക്കുള്ള സാധനം ഒരു 500-600 ഒക്കെ കുറഞ്ഞിട്ട് +2 ടൈമിന് കുറച്ചാലേ ഉണ്ടായിരുന്നുള്ളത് വിൽക്കുന്ന ഒരു പേജ് ഉണ്ട്. അതിന് മാൻലി ഔട്ട്ഫിറ്റ്സിനാ പേര് വന്നത്. അപ്പൊ ഞാൻ ഇവിടുന്ന് കിട്ടിയതിട്ട് അപ്പൊ അതേ പേജ് ഇൻസ്റ്റയിലെ ആ അക്കൗണ്ട് സെന്ററിൽ ഉണ്ടായിരുന്നു. അപ്പൊ അത് തന്നെ ഫർണിച്ചർ സ്റ്റുഡിയോ എന്നുള്ള പേരാക്കി മാറ്റിയതാ. പക്ഷെ അന്ന് എനിക്ക് അർത്ഥമൊന്നും അറിയില്ലായിരുന്നു. അർത്ഥം നോക്കിയിട്ടുള്ള നല്ല പേരായതുകൊണ്ട് അതിട്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾ പറയും നിങ്ങൾ സ്കൂളിൽ തന്നെ കച്ചവടം ചെയ്യണ്ടായിരുന്നു. ഓക്കെ. സ്കൂളിൽ വേറെ എന്തൊക്കെ കച്ചവടം ചെയ്തിട്ടുണ്ട്? ഇല്ല, ഇത് തന്നെ ഉണ്ടായിരുന്നു. അതായത് പിന്നെ ഇത് സെക്കൻഡ് ക്വാളിറ്റി സാധനങ്ങളാണോ കൊണ്ടുവരിക? അല്ല, അത് എവിടുന്നാ കിട്ടിയെന്ന് ഇപ്പൊ അറിയില്ല. അത് ബെസ്റ്റ് മിന്ത്രയിൽ കാണുന്ന സെയിം ഒറിജിനൽ ക്വാളിറ്റി തന്നെ ആയിരുന്നു. അപ്പൊ നിങ്ങൾ എവിടുന്നോ കിട്ടി, അത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം വഴി വെക്കൂ. അപ്പൊ പണ്ടേ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പരിപാടി അറിയാം? അറിയാം. അതില് ഫോട്ടോസ് മാത്രം ഇടും, സ്റ്റോറിയാണ് മെയിൻ ആയിട്ട് ഇടാം. സ്റ്റോറിയിലാണ് സ്റ്റോക്ക് വരുമ്പോ അതില് മിന്ത്ര പ്രൈസ് കട്ട് ചെയ്തിട്ട് നമ്മളെ സ്പെഷ്യൽ പ്രൈസ് ഇടും. ഓക്കെ. നൈസ്. അടിപൊളി. ഓക്കെ. അപ്പൊ നിങ്ങൾ പിന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ എങ്ങനെ സെല് ചെയ്യുന്നു? പിന്നെ അടുത്തൊരു എങ്ങനെയാണ് നിങ്ങൾ വെബ്സൈറ്റിലേക്ക് പോകണത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അടുത്തൊരു പ്രോഗ്രഷൻ വരുന്നത്? പിന്നെ വാട്സപ്പ് ഓട്ടോമേറ്റ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ. അപ്പൊ നിങ്ങൾ ബേസിക്കലി എൻക്വയറി വരും, DM വരും. DM വരുമ്പോ നിങ്ങൾ അവരെ നമ്പർ എടുത്ത് പിന്നെ വിളിക്കലാണോ? അല്ല, കസ്റ്റമർ തന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ടേയിരിക്കും.
നമ്പർ അതിൻ്റെ അകത്ത് തന്നെ കൊടുത്തു. നമ്പർ അതിൻ്റെ അകത്ത് കൊടുക്കും. ഓക്കെ. അപ്പോൾ വാട്സപ്പിൽ നല്ല മെസ്സേജ് തരാൻ തുടങ്ങി. ആ. അപ്പോൾ അതിൽ ക്വിക്ക് റിപ്ലൈ എന്നിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് വെച്ച് ഇത് കുറച്ചൊന്ന് ഓട്ടോമേറ്റ് ചെയ്ത് ഒരു 10-50 ഫോട്ടോ ഒരുമിച്ച് കസ്റ്റമർക്ക് അയച്ചു കൊടുക്കും. ഓക്കെ. അതിൽ നിന്ന് കസ്റ്റമർ സെലക്ട് ചെയ്യും. പല ഭാഗത്തു നിന്നും, എറണാകുളത്തു നിന്നും തിരുവനന്തപുരത്തു നിന്നൊക്കെ ഒരുപാട് ഓർഡേഴ്സ് വരാൻ തുടങ്ങി. ഓക്കെ. അങ്ങനെ അത് തന്നെ സ്ഥിരമായി ചെയ്യാൻ തുടങ്ങി. വീഡിയോസ് ഡെയിലി ഇടും. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് ടീം ഉണ്ടായിരുന്നോ? ടീമില്ല, ആദ്യം നിങ്ങൾ തന്നെ ചെയ്യുന്നു? ഞാൻ തന്നെ എല്ലാം ചെയ്യല്. ഓക്കെ. കസ്റ്റമർ വന്നാൽ കാണിച്ചു കൊടുക്കലും വീഡിയോ എടുക്കലും. ഒരു ട്രൈപോഡ് വാങ്ങിയിരുന്നു. ആ. ഞാനല്ലാതെ വേറെ ആരുമില്ല. ഡ്രൈവറിന് അത്യാവശ്യം ലോഡ് ഉണ്ടെങ്കിൽ മാത്രം വിളിക്കും. ഓക്കെ. ബാക്കിയൊക്കെ ഞാൻ തന്നെ. അടിപൊളി. അല്ലെങ്കിൽ നിങ്ങൾ ഡെലിവറിയും ചെയ്യോ? ഡെലിവറി ചെയ്തോളൂ. അപ്പൊ നിങ്ങൾ തന്നെ വണ്ടി ഓടിച്ചു പോകാല? അല്ല, അപ്പോൾ ലോഡ് പോകാൻ മാത്രം ഡ്രൈവർ ഒരു ദിവസത്തേക്കൊക്കെ വിളിക്കും. ഓക്കെ, നൈസ്. അപ്പോൾ വാട്സാപ്പിൽ, അപ്പോൾ ബേസിക്കലി നിങ്ങൾ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് വാട്സാപ്പിൽ എൻക്വയറി വരും, അല്ലെങ്കിൽ കോൾ വരും. ഓക്കെ. ഇനി അവിടെ നിന്ന് എന്താണ് അടുത്ത സ്റ്റെപ്പ് എടുക്കണേ? അവിടുന്ന് അടുത്ത സ്റ്റെപ്പ് ഇത് ഞങ്ങളുടെ ഐഡിയൽ ഫോർമാറ്റ് ആട്ടോ. അതായത് നമ്മൾ എപ്പോഴും പറയുന്നത് നിങ്ങൾ ആദ്യം കണ്ടന്റ് ഇട്ട് തുടങ്ങി, അതായത് വാട്സാപ്പിലേക്ക് വരട്ടെ. വാട്സാപ്പിൽ ഓർഡർ കുമിഞ്ഞു കൂടെ നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് എടുക്കും ഓട്ടോമാറ്റിക്കലി. അടുത്ത സ്റ്റെപ്പ് എന്താ? അപ്പൊ മാൻലി ഫർണിച്ചർ. അപ്പൊ നിങ്ങൾ അത് തന്നെ മാറ്റി, ഇൻസ്റ്റാഗ്രാമിൽ പേജ് മാറ്റി. ഡൊമൈൻ എടുത്തിരുന്നു ആ സമയത്ത്? ഇല്ല, അന്ന് വെബ്സൈറ്റ് ഒന്നുമില്ല. ഈ ഇൻസ്റ്റാഗ്രാം പേജ് തന്നെ, മാൻലി ഫർണിച്ചർ സ്റ്റുഡിയോ. ഓക്കെ. എന്നിട്ട് അടുത്ത പ്രോഗ്രഷൻ എങ്ങനെയാ വരുന്നത്? നിങ്ങൾക്ക് എൻക്വയറിന്റെ എണ്ണം കൂടി, അത് നന്നായി ചെയ്തു തുടങ്ങി. പിന്നെ ഓഫേഴ്സ് ഇടയ്ക്കിടയ്ക്ക് ഇടാൻ തുടങ്ങി. പിന്നെ അത് മാർക്കറ്റിൽ ആ ഓഫറിന്റെ ട്രെൻഡ് തന്നെ വന്ന് സിംഗിൾ ഡേ ഓഫർ ഇടും. കുറേ കാലം ഇടാതെ സിംഗിൾ ഡേ, ഒറ്റ ദിവസം ഓഫർ ഇടുമ്പോൾ നല്ല ആൾക്കാർ വിചാരിക്കും കുറേ ദിവസം ഇടുമ്പോഴാണ് വരിക. കറക്റ്റ്. സിംഗിൾ ഡേ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര, അതായത് ബേസിക്കലി നിങ്ങളവിടെ യൂസ് ചെയ്യുന്ന ഫോമോ ആണ്, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. അതെ, ഒറ്റ ദിവസമല്ലേ സെയിലുള്ളൂ. ഓക്കെ. അങ്ങനെ സെയിൽ ഇടാൻ തുടങ്ങി, നല്ല ഇൻകം ജനറേറ്റ് ചെയ്ത് തുടങ്ങി. അപ്പോഴെന്നെ ഈ സ്കൂൾ പഠിക്കുന്ന കാലത്ത് തന്നെ എനിക്ക് മറ്റൊരു ഐഡിയയും കൂടെ വന്നിരുന്നു. ഞാൻ ഇത് ആൾക്കാർക്ക് എപ്പോഴും അയച്ചു കൊടുക്കുന്നു വാട്സപ്പിൽ. അതിന് പകരം ഇതിനായിട്ടൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയാൽ എന്താ, ഈ OLX ഒക്കെ പോലെ. അപ്പോൾ ഏത് ഷോപ്പായിരിക്കും അതിൽ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാൻ, ഇത് ഡെയിലി അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞത്. അതെ, കറക്റ്റ്. അങ്ങനെയാണ് ഈ ഫർണിഷ് ഷോപ്പ് എന്നിട്ടുള്ള ആപ്പ് ഡെവലപ്പ് ചെയ്യാനുള്ള പരിപാടി. ഈ ഒരു ബിസിനസ് തുടങ്ങിയതിന് ശേഷമാണ് അത് എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങിയത്. അല്ല, അപ്പൊ നിങ്ങൾക്ക് കുറെ എൻക്വയറി വാട്സാപ്പിൽ വന്നല്ലോ. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്തത്? പിന്നെ ഓരോ സ്റ്റാഫിനെ എടുക്കാൻ തുടങ്ങി. ഇതിൽ ത്രൂ സംഭവം വർക്കാവുന്ന മനസ്സിലായപ്പോൾ സ്റ്റാഫിനെ എടുത്ത് അവർക്ക് അത് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കും. അതായത് നിങ്ങൾ വാട്സാപ്പ് ഹാൻഡിൽ ചെയ്യണം. ടെലികോളറും വെച്ച് സെയിൽസ് സ്റ്റാഫ്, പിന്നെ ലോഡിംഗ് സ്റ്റാഫ്, അങ്ങനെ കുറെ ആൾക്കാരെ ആഡ് ചെയ്ത് തുടങ്ങി. ഇപ്പൊ എത്ര സ്റ്റാഫ് ഉണ്ട് നിങ്ങൾക്ക്? ഇപ്പൊ 15 ആൾക്കാരെ. ഇത് എത്ര കാലം കൊണ്ടാണ് ഈ 15 ആൾക്കാരിലെത്തിയത്? ഒരു 1.5 വർഷം കൊണ്ട്. വെരി നൈസ്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറഞ്ഞു. ഇനി ആ ജേർണി എങ്ങനെയാണ് പോണേ? അത് നന്നായി പോകുന്നു. അതിന്റെ മാർക്കറ്റിംഗിലൊക്കെ അതിൽ ഇൻകം വന്നു തുടങ്ങി. ഓക്കെ. നിങ്ങൾക്ക് ഒരു പ്ലാറ്റ്ഫോം വേണമെന്ന് തീരുമാനിച്ചു. എന്തുകൊണ്ട് മാൻലി ഫർണിച്ചർ അല്ല ഫർണിഷ് ഷോപ്പായി? അത് ആൾക്കാർക്കും മറ്റ് ഷോപ്പുകാർക്കും സെല് ചെയ്യണം. ഈ മാൻലി ഫർണിച്ചർ ഓൾറെഡി ഒരു ബ്രാൻഡാണ്. ആ പേരിൽ മറ്റ് ഷോപ്പുകാർക്ക് അതിൽ സെല് ചെയ്യാൻ പറ്റില്ല. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോം ആക്കി മാറ്റി. മനസ്സിലായി. ഞങ്ങൾ ഇ-കൊമേഴ്സ് ചെയ്യുന്ന പോലെ എല്ലാവരും ഇല്ല ഒരു പ്ലാറ്റ്ഫോം. എല്ലാ കോമ്പറ്റീറ്റേഴ്സും അവിടെ ഉണ്ട്, പക്ഷെ എല്ലാവർക്കും കച്ചവടം ഉണ്ട്. ഓക്കെ. അപ്പൊ അതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്? എങ്ങനെയാണ്, ആരെടുത്താ പോയത് ഡെവലപ്പ് ചെയ്യാൻ? അത് കോഴിക്കോടിനുള്ള നൊവീൻഡസ് എന്നിട്ടുള്ള ഒരു ടീമിന്റെ അടുത്ത് അത് ഡെവലപ്പ് ചെയ്തു. ഓക്കെ. അപ്പൊ ആപ്പായിട്ടാണ് ആപ്പായി ഡെവലപ്പ് ചെയ്തത്. ഓക്കെ. ഇനി അപ്പൊ മാൻലി ഫർണിച്ചറിന്റെ വെബ്സൈറ്റ് നമ്മൾ കണ്ടു. അതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്? അതിന്റെ അത് എങ്ങനെയാണ് ആ ഡൊമൈൻ എടുത്തത്? അതിപ്പോ അടുത്തെടുത്തതാ. അതൊരാള് പറഞ്ഞ വെച്ച് ചെറിയ പണിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ചെയ്തതാ. ഇതിപ്പോ നമ്മള് ഫർണിഷ് ഷോപ്പിന്റെ അതിലേക്ക് ആഡ് ചെയ്യുന്ന പ്രൊഡക്റ്റ് തന്നെ ഇതിലേക്കും ഈ വെബ്സൈറ്റിലേക്കും ഒരു ക്ലൗഡ് ത്രൂ ഒറ്റ ക്ലിക്കിൽ ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് പറഞ്ഞപ്പോ ഒരു വെബ്സൈറ്റ് ചെറിയ കോസ്റ്റുകൾ പറഞ്ഞപ്പോ അതും കൂടി ചെയ്തു. ഓക്കെ. അപ്പൊ മാൻലി ഫർണിച്ചർ എന്തുകൊണ്ട് ഡോട്ടിൻ അവരതന്നേരം അതെടുത്തു. അതിനെപ്പറ്റി അധികം ആലോചിച്ചിട്ടില്ല. ഓക്കെ. നിങ്ങൾക്ക് പിന്നെ എനിക്ക് തോന്നുന്നത് ഗ്ലോബലി നിങ്ങൾ പോകാൻ സാധ്യത ഉണ്ട്. അതായത് ഈ ബിസിനസിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ മാത്രം റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നാളെ നിങ്ങൾ അമേരിക്കയിലോ അല്ലെങ്കിൽ ദുബായിലോ പോവാന്ന് വെച്ചാൽ നിങ്ങൾക്ക് .in യൂസ് ചെയ്യുന്നത് ഇന്ത്യന്റെ സാധനമാണ്. .com ആണ് എല്ലായിടത്തും ആക്സെപ്റ്റഡാ. അപ്പൊ ഉടനെ തന്നെ ഈ പോഡ്കാസ്റ്റ് കഴിഞ്ഞതിന് മുമ്പ് ആടുന്ന ആരെങ്കിലും .com എടുത്തരും. സോ .com ഉടനെ എടുക്കുക. ഓക്കെ. അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ മാർക്കറ്റിംഗ്? അപ്പം ഇൻസ്റ്റാഗ്രാം ആണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്.
സ്വന്തം പേജിലാണോ? എങ്ങനെയാണ്? ബ്രാൻഡിന്റെ പേജിലാണോ സ്വന്തം പേഴ്സണൽ ബ്രാൻഡാണോ? ബ്രാൻഡിന്റെ പേജിൽ തന്നെയാണ് ആദ്യം മൊത്തം ചെയ്തത്. ഇപ്പോൾ Okay. പേഴ്സണൽ ബ്രാൻഡിങ്ങും കൂടെ തുടങ്ങി. പേഴ്സണൽ പേരിലുള്ള ഇതും ആ. അത് പക്ഷെ ബിസിനസ് ഉപരി എൻ്റെ ഒരു ജേണി കാണിക്കാനും ഡോക്യുമെന്റ് ചെയ്യാനും ആ. അതെനിക്ക് കിട്ടിയത് സുനിൽ ഐബിഗ്രാമിന്റെ ഷാൻഖാന്റെ പോഡ്കാസ്റ്റിലൂടെ. പോഡ്കാസ്റ്റിനാണ് കിട്ടിയത്. ഇനി എനിക്കുള്ളത്, ഇത് എങ്ങനെയാണ് ഈ കണ്ടൻസ് ചെയ്യുന്നത്? ഹൗ ആർ യു ഗെറ്റിംഗ് ഇറ്റ് ഡൺ? ഞാൻ ഒരു ദിവസം തന്നെ ആ. ഒരു 10-15 കണ്ടന്റ് എടുത്ത് ഷെഡ്യൂൾ ചെയ്ത് വെക്കും. ഓ, ഇതിലേക്ക് നമ്മളെ പോലെ എല്ലാം- തന്നെയാണ്. ആ കണ്ടന്റ് ഫുള്ള് ഷൂട്ട് ചെയ്ത് വെക്കലാണ്. ഷൂട്ട് ചെയ്ത് വെക്കും. ആ. എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ഉണ്ടാക്കും. ആ. അതിൽ സീസൺ ടൈമിൽ ഒരു ദിവസം തന്നെ 3 വീഡിയോസ് ഒക്കെ ഇടും. ഒരു ദിവസം തന്നെ ആ ഈ 3 വീഡിയോസും എങ്ങനെയാണ്? നിങ്ങൾ എല്ലാ വീഡിയോ വൈറലാവലുണ്ടോ? ഇല്ല, എങ്ങനെയാണ്? ഇടുന്നതിൽ 1-2 ഒക്കെ വൈറലാവും. പക്ഷെ ആ വീഡിയോ കണ്ടിട്ട് ആൾക്കാർ പ്രൊഫൈലിലേക്ക് വരും. പ്രൊഫൈലിലേക്ക് വരും. അപ്പോൾ ബേസിക്കലി ഇപ്പോൾ ഒരു 10 എടുത്തു കഴിഞ്ഞാൽ ആ. എത്ര എണ്ണം ഒരു വൈറൽ എന്ന് നിങ്ങൾ പറയുന്നത് എന്താ? എത്ര വ്യൂസ് ആണ് വൈറൽ എന്ന് പറയുമ്പോൾ ഒരു 100K അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതൊരു വൈറലാവും. വൈറലാണ്? ആ. ഓക്കെ. അപ്പോൾ ഒരു 10 എടുത്തു കഴിഞ്ഞാൽ എത്ര 100K അടിക്കും? 1-2. 1-2 അടിക്കുള്ളൂ. ആ ഓക്കെ. അപ്പോൾ ഈ വൈറൽ അടിക്കുമ്പോൾ ഉം. ഈ മെസ്സേജസ് വരുമല്ലോ. ആ ഈ മെസ്സേജസ് നിങ്ങൾ വല്ലതും ഓട്ടോമേഷൻ ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ ചെയ്തിട്ടുണ്ട്. എന്താണ് ഇത്? ഇപ്പം കസ്റ്റമർക്ക് തന്നെ ഒരു API വെച്ചിട്ട് ആ. വാട്സപ്പിൽ ഹായ് അയച്ചു കഴിഞ്ഞാൽ ആ. കാറ്റലോഗ് ഒക്കെ കിട്ടുന്ന ഒരു ഇത് വാബിസ് വെച്ച് ചെയ്തിട്ടുണ്ട്. വാബിസ് വെച്ചിട്ട്. ആ. ഓക്കെ. അപ്പോൾ അത് എന്താണ് കിട്ടുക? അതിൽ കാറ്റലോഗ്സ് കിട്ടും. അതിൽ തന്നെ പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ആ. അതിന് വെബ്സൈറ്റ് അഡ്രസ്സും സെയിൽസ്മാൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. അപ്പോൾ വാട്സാപ്പിലേക്ക് എത്തിയാലേ ഇത് വരുള്ളൂ. ആ വാട്സാപ്പിലേക്ക് എത്തിക്കാൻ നിങ്ങൾ വല്ല ഓട്ടോമേഷൻ ചെയ്യുന്നുണ്ടോ? അത് ഇൻസ്റ്റഗ്രാമിന്റെ DM-ൽ ആ. വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുള്ള ഓട്ടോമേഷൻ ചെയ്തു. ഓട്ടോ റിപ്ലൈ. ആ അപ്പോൾ auto എങ്ങനെയാണ്? എന്താണ് ഓട്ടോ റിപ്ലൈ? ആരെന്ത് അയച്ചാലും ഓട്ടോ റിപ്ലൈ ആവുക? ആ ഓക്കെ. ഞാൻ ചോദിക്കാൻ വരുന്നത്, നിങ്ങളിപ്പോൾ ഒരു കണ്ടന്റ് ചെയ്തു. ആ കണ്ടന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കമന്റ്സിലാണ് ഇത് വരിക. ആ കമന്റ്സിൽ വന്ന് അതിന് റിപ്ലൈ എങ്ങനെ ചെയ്യുക? അതിനിപ്പം പുതിയൊരു സിസ്റ്റം AI വെച്ച് ചെയ്തിട്ടുണ്ട്. അതിലൊരു SKU കോഡ് കൊടുക്കും. ആ. ആ കോഡ് വെച്ചിട്ട് അത് ക്ലൗഡിൽ ആഡ് ചെയ്തിട്ട് ആ. നമ്മുടെ ഈ ഇൻസ്റ്റഗ്രാമിലെ DM-ലോ വാട്സപ്പിലോ അയച്ചു കഴിഞ്ഞാൽ എന്ത് ഡൗട്ടും AI വെച്ചിട്ട് തന്നെ അത് ക്ലിയർ ചെയ്യും. നമ്മൾ അതിനുള്ള മൊത്തം ഡീറ്റെയിൽസ് ക്ലൗഡിൽ കൊടുക്കും. അല്ല, ക്ലൗഡിൽ കൊടുക്കുക എന്ത് ടൂളാണ് അതിന് യൂസ് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്ത് വീഡിയോയുടെ അണ്ടറിൽ ഇന്ന SKU കമന്റ് ചെയ്യണമെന്ന് പറയുമോ? SKU പ്രൈസിന് കമന്റ് ചെയ്താൽ മതി. പ്രൈസിന് കമന്റ് ചെയ്താൽ എന്താ സംഭവിക്കുക? DM-ലേക്ക് പ്രൈസ് വരികയും ചെയ്യും. ആ. അവിടുന്ന് എന്ത് ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ AI തന്നെ റിപ്ലൈ കൊടുക്കും. ഓ, വെരി നൈസ്. എന്ത് ടൂളാണ് അതിന് യൂസ് ചെയ്യുന്നത്? അത് ഒരു ടീം ചെയ്തു തന്നാ. പയ്യന്നൂരുള്ള ആ. വാരിയം എന്നിട്ടൊരു ടീം ചെയ്തു തന്നാ. അവർ ചെയ്തു തന്നാണ്. അവര് ചെയ്തു തന്നു. ഓക്കെ. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി വരും. അപ്പോൾ നോർമലി വരല് നിങ്ങളെ വാട്സാപ്പിലേക്ക് റീഡയറക്ട് ചെയ്യണോ ചെയ്യുക? വാട്സപ്പ് പിന്നെ കൂടുതൽ ആ. എന്തെങ്കിലും അറിയണമെങ്കിൽ വാട്സപ്പിലേക്കോ സെയിൽസ്മാൻ നമ്പറോ കൊടുക്കും. സെയിൽസ്മാൻ നമ്പറോ ഇവിടെ തന്നെ കൊടുക്കും. ഓക്കെ. ഈ കണ്ടന്റ് ഇപ്പം നിങ്ങൾ ഒറ്റക്കാണോ ഷൂട്ട് ചെയ്യൽ? ഇത് ഇപ്പൊ ഒരാളുണ്ട്. ഇത്രയും കാലം ഒറ്റക്കായിരുന്നു. ഇപ്പൊ ഒരു പയ്യന് സെയിൽസ്മാൻ ആയിട്ട് വന്നതാ. പക്ഷെ പുള്ളിനെ കൊണ്ട് തന്നെ ആ. വീഡിയോ ഒക്കെ ചെയ്യിപ്പിക്കും. അപ്പോൾ ഈ 3 ഇപ്പോൾ ഫൗണ്ടർ ബ്രാൻഡ് ആണെങ്കിലും മാൻലി ആണെങ്കിലും ഫർണിഷ് ഷോപ്പ് ആണെങ്കിലും ഈ ഒരാളെ കൊണ്ടാണോ ചെയ്യിപ്പിക്കുന്നത്? അല്ല, ഈ ഫൗണ്ടർ ബ്രാൻഡ് മാത്രം ഞാൻ തന്നെ അധികം ചെയ്യാം. ഓക്കെ. അതിൽ ഡെയിലി ലൈഫ് കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ തന്നെ എടുത്തിട്ട് ബാക്കിയൊക്കെ ഡെലിഗേറ്റ് ചെയ്യും. ബാക്കിയൊക്കെ ഡെലിഗേറ്റ് ചെയ്തു. അപ്പോൾ ഇത് ഒരു ദിവസമാണോ? മാസത്തിൽ എത്ര ദിവസമാണ് കണ്ടന്റിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക? അങ്ങനെ നിശ്ചിത സമയമൊന്നുമില്ല. ആ. സമയം കിട്ടുമ്പോഴൊക്കെ കണ്ടന്റ് എടുക്കും. പുതിയ പ്രൊഡക്റ്റ് വരുമ്പോഴും അതിന്റെ കൂടുതൽ ദിവസത്തേക്ക് ഇപ്പൊ ഒരു 30 ദിവസത്തേക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കും. 30 ദിവസത്തേക്ക് എപ്പോഴും കണ്ടന്റ് ഉണ്ടാവും. അത് കഴിയുമ്പോഴത്തേക്ക് അടുത്തത് ഷെഡ്യൂൾ ചെയ്യലാണോ? എടുക്കും. ഓക്കെ. അപ്പോൾ ബേസിക്കലി നിങ്ങൾ പറയുന്നത് കണ്ടന്റ് സെറ്റ് ആക്കും. മാൻലി ഫർണിച്ചറിനും ഫർണിഷ് ഷോപ്പിനും കണ്ടന്റ് സെറ്റ് ആക്കും. അതിപ്പോൾ നിങ്ങൾ ഡെലിഗേറ്റ് ചെയ്തിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഏജൻസീസിനെ ഹയർ ചെയ്തിട്ടുണ്ടോ? ഒരു പ്രാവശ്യം ഹയർ ചെയ്തിട്ടുണ്ട്. ആ. പയ്യന്നൂരിനുള്ളൊരു ടീം അവര് വൻ സംഭവമാണ്. സ്ട്രാറ്റജി വെക്കണം, ഇതാക്കണം എന്നൊക്കെ പറഞ്ഞ് ആ. അവർക്കൊരു 30,000 പെർ മന്ത് കൊടുക്കുന്ന രീതിയിൽ അവർ ഡെയിലി വന്ന് വീഡിയോ എടുത്തിരുന്നിട്ട് ചെയ്തു. ഓക്കെ. പക്ഷെ അവർക്ക് കുറേ പ്രശ്നങ്ങൾ. നമ്മൾ ഈ ആസ്പിറ്റോസ് ഇട്ട ഫാക്ടറി ടൈപ്പാണ്. അവർക്ക് അതൊന്നും പറ്റൂല. അതൊക്കെ മറക്കണം. ആ. ഒരു നല്ല സ്റ്റുഡിയോ സെറ്റപ്പ്. സ്റ്റുഡിയോ സെറ്റപ്പ് ഒക്കെ വേണം. ആ. അപ്പൊ ഞാൻ അവരോട് അങ്ങോട്ട് പറഞ്ഞു, ഇങ്ങനെ ആക്കിയ ആൾക്കാർ കാണൂല, ഇത് എല്ലായിടത്തും ഉള്ളതാ. ആ. ഈ ഒരു ഫാക്ടറി വൈബ് കിട്ടണം. എന്നാലേ കസ്റ്റമർക്ക് എടുക്കുമ്പോഴും ആ ഒരു ഡയറക്റ്റ് ഫ്രം ഫാക്ടറി എന്നുള്ള അവർക്ക് ഇത് കിട്ടണം എന്ന് പറഞ്ഞു. കറക്റ്റ്. ഓൾറെഡി അതൊന്നും ശരിയാവില്ല. എന്നിട്ട് അങ്ങനെയൊക്കെ ഞാൻ കൺവിൻസ് ചെയ്ത് വീഡിയോസ് അവിടെ നിന്ന് എടുപ്പിച്ചു. പക്ഷെ എടുത്തു കഴിഞ്ഞപ്പോഴും ഇവരുടെ ഒരു പഴയ സ്റ്റൈൽ എഡിറ്റിങ്ങും അവർ ക്യാമറയിൽ മാത്രമേ എടുക്കുള്ളൂ. ഞാൻ പറഞ്ഞു ക്യാമറയിൽ എടുക്കുമ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ട്, ഫോണിൽ തന്നെ എടുക്കാം. അവർക്ക് അത് പറ്റൂല. അപ്പൊ അവർ കണ്ടുപിടിച്ചതായിരുന്നു ഈ ഏജൻസീനെ? അല്ല, അവരിങ്ങോട്ട് വന്നതാ. ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്തതാണ്. ഓക്കെ.
അപ്പോൾ അപ്പൊ നിങ്ങൾ ഡെലിഗേറ്റ് ചെയ്യാമെന്നുള്ളൊരു മൂഡിലാണ്. ഇത്രയും പണി ഞാൻ തന്നെ എടുക്കണ്ടല്ലോ, ഒരു ഏജൻസി ചെയ്യുകയാണെങ്കിൽ അതെ. അവര് കണ്ടന്റ് ഐഡിയാസും പറഞ്ഞു തരാണെങ്കിൽ ആ. നല്ലതാണല്ലോ. കറക്റ്റ്. പക്ഷെ അവര് കണ്ടന്റ് ഐഡിയാസ് പറയുന്നതൊക്കെ പഴയ ടൈപ്പാ. അവരെ അക്കൗണ്ട് നോക്കുമ്പോൾ അവർക്ക് ആകെ 8000 ഫോളോവേഴ്സേ ഉള്ളൂ. ഓക്കെ. അവർക്ക് ഈ പണി അറിയില്ല, പക്ഷെ അവരറിയാന്നുള്ള ഒരു ഇതില്. പക്ഷെ നിങ്ങൾ എന്തിനു പിന്നെ അവരെ ഹയർ ചെയ്തു? അവര് ഫസ്റ്റ് ബിൽഡപ്പ് ഒക്കെ കണ്ടപ്പോ വിചാരിച്ച പണി അറിയാന്ന്. ഓക്കെ. അപ്പൊ പിന്നെ നമ്മളത് കൊടുത്ത്. ഓക്കെ. എന്നിട്ട് പിന്നെ എന്താ സംഭവിച്ചേ? പിന്നെ സംഭവിച്ചത് വ്യൂസ് കുറയാൻ തുടങ്ങി. ഏജൻസിനെ വെക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക വ്യൂസ് കൂടുന്ന. കറക്റ്റ്. ഇവരുടെ ആ ഒരു പഴയ ടൈപ്പ് എഡിറ്റിങ്ങും എന്താണോ അറിയില്ല, ആ ക്യാമറന്റെ ആ ഒരു ഇതൊക്കെ കൊണ്ട് വ്യൂസ് കുറയാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ പണി നോക്കി പോയിക്കോ, ഞാൻ തന്നെ ചെയ്തോളാം. അവരെ എത്ര മാസം ഏജൻസിയിൽ വെച്ച് റൺ ചെയ്ത് നോക്കി? ഒറ്റ മാസം. അതില് 10 ദിവസം ആകുമ്പോൾ തന്നെ ഒഴിവാക്കി. നടക്കൂല. എനിക്ക് വന്നത് നമ്മൾ ഈ ഏജൻസി സെലക്ട് ചെയ്യുമ്പോൾ മീൻസ് ഇതിലാണ് പല ബിസിനസ്സുകാർക്കും അടി കൊടുക്കുക. അതായത് ഇവർക്ക് അറിയാം ഡിജിറ്റൽ ചെയ്യണം. ഇപ്പൊ നിങ്ങളെ കേസിൽ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്നും കൂടി അറിയാം. ഡിജിറ്റൽ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാം, അല്ല എന്താ ഡിജിറ്റൽ ചെയ്യണമെന്നറിയാം, പക്ഷെ എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ ഇവര് ഏതെങ്കിലും നാട്ടിലെ ഏതെങ്കിലും ഏജൻസിന്റെ അടുത്ത് പോയിട്ട് ഇതാക്കും. ഈ ഏജൻസിക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല നോർമലി. അപ്പൊ സംഭവിക്കില്ല എന്താ, ഇവർ ചെയ്യും. ഒരു 2-3 മാസം കഴിയുമ്പോൾ വരെ കോൺഫിഡൻസ് പോകും. ഇത് കാരണം ഒന്നും സംഭവിക്കുന്നില്ല. പ്ലസ് ഏജൻസിക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല, അതായത് എന്ത് കണ്ടന്റ് ചെയ്യണം, അത് എന്ത് ചെയ്താലും വ്യൂസ് കൂടും, എന്ത് ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസ്. അൾട്ടിമേറ്റ്ലി ഇതൊക്കെ സെയിൽസിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ അവിടെയാണ് ബേസിക്കലി ഇക്കോ മാഫിയ ശരിക്കും വർക്ക് ചെയ്യുന്നത്. ഇക്കോ മാഫിയയിൽ വന്നാൽ അങ്ങനെ കറക്റ്റ് ഏജൻസിനെ കിട്ടും. ഫോർ എക്സാമ്പിൾ സ്ഥിരമായിട്ട് റെഫർ ചെയ്യുന്ന ഏജൻസി ഹാരിസൺ ഗോ ആണ്. ഹാരിസൺ ഗോ ചെയ്ത അവർക്ക് റേറ്റ് കൂടുതലായിരിക്കും, പക്ഷെ അവർക്ക് പണി അറിയാം. നാളെ എങ്ങനെ നിങ്ങളെ സെയിൽസ് കൂട്ടണമെന്ന് അറിയാം. അപ്പൊ എനിവേസ്, അപ്പൊ ഏജൻസിനെ ഒഴിവാക്കി. ഇതുപോലൊരു ഏജൻസി റോയൽ ഡെക്കോറിൽ ഉണ്ടായിരുന്നു മുമ്പ്. അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു മാസം 10,000 മറ്റൊരു എമൗണ്ട് കൊടുക്കും. അവര് കുറച്ച് കണ്ടന്റ് ഡിസൈൻ ചെയ്ത് ഗ്രൂപ്പിൽ ജഗബോഗാക്കി കുറെ ഇടുന്നേ ഉള്ളൂ. അതിനെ കൊണ്ടൊരു ഇമ്പാക്റ്റും ഇല്ല. എന്താണ് അതിന്റെ ഒരു ഔട്ട്കം? റിസൾട്ട് ഇല്ല. അവര് എനിക്ക് വന്ന് പല കമ്പനികൾ, ഇതുപോലത്തെ കമ്പനികൾ പുറത്താരെങ്കിലും ഈ 10,000 കൊടുക്കുന്ന 2,000 വെച്ചിട്ട് ഏൽപ്പിക്കും ഏതെങ്കിലും പയ്യനെ. ഓക്കെ. അങ്ങനെയാണ് പല കമ്പനികളും. ഇത് ഏൽപ്പിച്ചതിനെ കൊണ്ട് നമുക്ക് ഒരു യൂസും കിട്ടില്ല. അതായത് എല്ലാവരും ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമ്മളും ഡിജിറ്റൽ ചെയ്യണം വെച്ചിട്ട് കാര്യമല്ല. അതെ, എന്താണ് ഡിജിറ്റൽ, അറ്റ്ലീസ്റ്റ് വ്യൂസ് അങ്ങ് കിട്ടണം. ആൾക്കാരുടെ അടുത്തേക്ക് എത്തിയാ പിന്നെയും ബാക്കി എവിടെ നിന്നൊക്കെ സെയിൽ വരും. അതിൽ ആസിം വഫ പറഞ്ഞൊരു കാര്യം, ഇതൊക്കെ ചെയ്യുന്ന എന്താന്നുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ആസിം വഫ ആണോ കമ്പനി സെക്രട്ടറി? അല്ല, അവരുടെ അനിയനാണോ ഒരു പോഡ്കാസ്റ്റ് ചെയ്തത്? അംജദ് വഫ. ഓക്കെ. നമ്മളെ കാലിഫ് ലൈഫ് സ്കൂളിൽ അതില് പറഞ്ഞത് എല്ലാ പോഡ്കാസ്റ്റ് ഇരുന്ന് കാണേണ്ടില്ല. ഓക്കെ. അതില് പറഞ്ഞത് നമ്മൾ ബിസിനസ് ചെയ്യുന്നതിന്റെ എല്ലാ ഒരു പോർഷനും നമുക്കൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ല, ഈ ഏജൻസിനെ വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു തോട്ട് പ്രോസസ് എങ്കിൽ ഇപ്പോഴും അവർ നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് ലീക്കേജ് ഉണ്ടായിക്കൊണ്ടിരിക്കും. കറക്റ്റ്. അതിനെ കൊണ്ടൊരു കാര്യം ഉണ്ടാവും ചെയ്യില്ല. ട്രൂ. അപ്പം ബേസിക്കലി അന്ന് തന്നെ നിങ്ങൾക്ക് അറിയാം ഏജൻസി, എന്നാലും നിങ്ങളൊന്ന് പെട്ടു. ഇത്ര അറിയുന്ന ഞാൻ തന്നെ പെട്ടു. നൈസ്. അപ്പം പിന്നെ ഇപ്പൊ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ആളെ കിട്ടുന്നില്ല. നിങ്ങൾ എങ്ങനെ ആളെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ഈ ഡിജിറ്റൽ ചെയ്യാന്? ഞാന് പരസ്യങ്ങൾ ഇട്ടിട്ട് ഞാൻ എൻ്റെ വിഷൻ പറഞ്ഞിട്ട് തന്നെ ആൾക്കാരെ ഇതാക്കും. വിഷൻ പറയുമ്പോൾ തന്നെ അവര് നിങ്ങളെ പ്രൊഫൈൽ തന്നെയാണോ ചെയ്യല്? നിങ്ങൾ റൈറ്റ് റൂട്ടിലാണല്ലോ പോളെ. അതായത് ഫൗണ്ടർ ബ്രാൻഡ് ഉണ്ടാക്കിയാലോ ഗുണം പറഞ്ഞാൽ നമുക്ക് സെയിൽസ് കിട്ടും, അതൊന്ന്. രണ്ടാമത്തെ നമ്മളെ ബ്രാൻഡ് വളരും, അത് രണ്ടാമത്തത്. മൂന്നാമത്തെ നമുക്ക് ആൾക്കാരെ കിട്ടാനും പാടില്ല, നമുക്ക് അതിൻ്റെ അകത്ത് പറഞ്ഞാൽ മതി. നിങ്ങൾ നോർമൽ. അപ്പൊ നിങ്ങളെ വിഷം പറഞ്ഞിട്ട് നിങ്ങൾ ഇത് ചെയ്തോ, സ്റ്റോറി ചെയ്തു, വീഡിയോസ് ചെയ്ത്, റീൽസ് തന്നെ ചെയ്ത്. ഓക്കെ. റീൽസ് ചെയ്തപ്പോൾ തന്നെ താനെ ആൾക്കാരെ കിട്ടി, അപ്ലൈ ചെയ്തു. എന്നിട്ട് അതിനകത്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഒരുത്തന്നെ എടുത്തു. നമുക്കൊരു മിഷനും ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ ആൾക്കാർ നമ്മുടെ കൂടെ നിൽക്കും. ഇതൊന്നും ഇല്ലാതെ ഈ വണ്ടി എങ്ങോട്ടാ പോകുന്നത് അറിയാതെ ആൾക്കാർ കൂടെ വരൂലല്ലോ. കറക്റ്റ്. അപ്പൊ നമ്മൾ അത് ബേസിക്കലി നിങ്ങൾ അറിയാം, നിങ്ങൾക്ക് ഹയറിങ്ങിനും പ്രോബ്ലം അല്ല, നിങ്ങൾക്ക് ആളെ കിട്ടുന്നുണ്ട്. വെരി നൈസ്. ഓക്കെ. അപ്പൊ ഇനി വരുന്നത് ഈ ഫർണിഷ് ഷോപ്പ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾ ഫൗണ്ടർ ബ്രാൻഡ് വെച്ചിട്ട് മാൻലി ഉണ്ടാക്കി, മാൻലിയിൽ അത്യാവശ്യം സെയിൽസ് ഉണ്ട്. ഫർണിഷ് ഷോപ്പിന്റെ ആ ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ് നിങ്ങളുടെ തലയിൽ വന്നത്? ഫർണിഷ് ഷോപ്പിൻ്റെ ഇത് എല്ലാവർക്കും വാട്സപ്പിൽ ഇത് ഡെയിലി അയച്ചു കൊടുക്കൽ എനിക്കൊരു ഹെഡ് ഏക്കായി മാറി. ഇതെപ്പോഴും അയച്ചു കൊടുക്കണമല്ലോ. ഡെയിലി രാവിലെ വന്നാൽ 100-100 എൻക്വയറി വാട്സപ്പിലുണ്ടാവും. അപ്പൊ ഇത് ഡെലിഗേറ്റ് ചെയ്യാം, ഇത് ഒരു ആപ്പ് വെച്ച് ഡെലിഗേറ്റ് ചെയ്യാന്നുള്ള ഒരു തോട്ട് പ്രോസസ് എന്നാണ് ഫർണിഷ് ഷോപ്പ് എന്നുള്ള ഐഡിയ വന്നത്. ഓക്കെ. അപ്പൊ എന്നിട്ട് നിങ്ങൾ ബാക്കിയുള്ളവരെ ഓൺബോർഡ് ചെയ്തോ? അല്ല നിങ്ങളെ ഇപ്പൊ ഒരു 100+ വെൻഡേഴ്സ് ആയി.
വെൻഡേഴ്സായി. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് പിന്നെ ഹൗ ഇസ് ഇറ്റ് ഗോയിങ്? അതിനകത്ത് സെയിൽസ് വന്നോ അല്ലെങ്കിൽ? സെയിൽസ് വന്നു തുടങ്ങി, അതിനുള്ള കമ്മീഷനും വന്നു തുടങ്ങി. ഓ. ലാസ്റ്റ് വീക്ക് 2000 റുപ്പീസ്, ആ. 5% കമ്മീഷൻ ഉള്ളൂ. ആ. വലിയ സെയിൽ നടന്നാലും ചെറിയൊരു എമൗണ്ട്, നമുക്ക് അതിൽ അധികം ഹെഡേക്കും ഇല്ല. മനസ്സിലായി. ഷോപ്പുകാരെ തന്നെ ഡെലിവറി ചെയ്യും. ആ. കസ്റ്റമേഴ്സിന് അതിൽ നിന്ന് ബെസ്റ്റ് പ്രൈസിന് ഫാക്ടറിയിൽ നിന്നൊക്കെ ഡയറക്റ്റ് എന്നുള്ള രീതിയിൽ പർച്ചേസ് ചെയ്യാനും പറ്റും. ഓക്കെ, നൈസ്. അപ്പോൾ ഇത് ഇങ്ങനെ പോകുന്നുണ്ട്, ഫൈൻ. ഇനി ഈ ഒരു IT സാധനം, അതായത് നിങ്ങൾ ബേസിക്കലി നിങ്ങൾക്ക് ഫർണിച്ചർ ഇൻ ആൻഡ് ഔട്ട് അറിയാം. ഇതെങ്ങനെയാണ് നിങ്ങൾ ഇപ്പോൾ സോർട്ട് ചെയ്യുന്നത്? നിങ്ങളെ വാട്ട് ഈസ് ദ കൈൻഡ് ഓഫ് എക്സ്പെൻസ് യു ഹാവ് തോന്നുന്നത് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ? ഇപ്പം വെബ്സൈറ്റും ആപ്പും ഒക്കെ ആയല്ലോ. 2 വെബ്സൈറ്റ്, എത്ര മാൻലിക്ക് ഒരു വെബ്സൈറ്റ്, ഫർണിഷോപ്പിന് വെബ്സൈറ്റ് ഉണ്ടോ? ഇല്ല, അതിന് ബാക്ക് എൻഡിന് വെബ്സൈറ്റ് ഉണ്ട്, ബാക്കിയൊക്കെ ആപ്പ് ആണ്. ഓക്കെ, ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾ ഇപ്പോൾ എത്ര കോസ്റ്റ് ബെയർ ചെയ്യുന്നുണ്ട്? വലിയ കോസ്റ്റ് ഒന്നുമില്ല. AWSന് മന്ത്ലി ഒരു ഓട്ടോ പേ പോകുന്നുണ്ടെന്നേ ഉള്ളൂ. എത്ര വരുന്നത്? അത് ഓരോ മാസം ഡിപ്പെൻസ്, ആൾക്കാർ കയറുന്ന ട്രാഫിക് അനുസരിച്ചിട്ട്. എന്നാലും ഒരു ആവറേജിന് 5 to 10K. 5 to 10K എല്ലാ മാസം പോകുന്നു. ഓക്കെ, ഇതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും നിങ്ങൾ പിന്നെ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്? ഇപ്പൊ ഇൻസ്റ്റാഗ്രാം വെച്ചിട്ട് നിങ്ങൾ ആളെ കൊണ്ടുവരുന്നു, വേറെ എന്ത് കൈൻഡ് ഓഫ് മാർക്കറ്റിംഗ്? വേറെ ഒരു പെയ്ഡ് ആഡ്സും ഈ മെറ്റയിലോ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒന്നും ചെയ്യുന്നില്ല, ഓർഗാനിക് മാത്രം. ഇത് എന്താണ് നിങ്ങൾ അടുത്ത സ്റ്റെപ്പ്? അടുത്ത സ്റ്റെപ്പ് ഇനി കൂടുതൽ മീഡിയകളിലേക്ക്, അതായത് തിയേറ്റർ ആഡ്സിലേക്കും അതുപോലുള്ള ആഡുകളിലേക്കും പോകണം. പിന്നെ ഇത് എക്സ്പാൻഡ് ചെയ്യണം. ആദ്യം ഒരു സിസ്റ്റം ഇപ്പം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ്. റൺ ബ്രേക്കബിൾ സിസ്റ്റം ആയതിനു ശേഷം ഇത് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ നിങ്ങളെ ബോർഡ്സ് ഉണ്ട്, എന്തായാലും പറയാ ബിൽ ബോർഡ്സ് എന്ന് പറയാ. ഈ ബിൽ ബോർഡ്സിന്റെ ഒരു ആശയം എവിടുന്നാ വരുന്നത്? ബിൽ ബോർഡ്സിന്റെ ആശയം അനിൽ ബാലേന്ദ്രൻ തന്നെയായിരിക്കും. പുള്ളി ഒരു നല്ലൊരു ബിൽ ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട് കൊച്ചി എയർപോർട്ടിൽ. നെടുമ്പാശ്ശേരി എനിക്കൊന്ന് കഴിഞ്ഞ കൊല്ലം ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്, ഇക്കൊല്ലം കണ്ടിട്ടുണ്ട്. അത് പുള്ളിക്കും നല്ല ഒരു ഇത് ബൂസ്റ്റും നല്ലൊരു ആ ഒരു സിഗ്നിഫിക്കൻസ് വേറൊരു ട്രെയിനർ ഇല്ല ഇതുപോലെ അത്രയും നല്ലൊരു പൊസിഷനിങ്ങിൽ ആഡ് പ്ലേസ് ചെയ്ത. അത് തന്നെ ഞാൻ ഇവിടെ റിപ്ലിക്കേറ്റ് ചെയ്തു. അത് ഇൻസ്പയർഡ് ആയി. ഓക്കെ, അപ്പൊ ടെൽ മീ മോർ അബൌട്ട് അനിൽ ബാലചന്ദ്രൻ. എപ്പോഴാണ് അനിൽ ബാലചന്ദ്രനെ കണ്ടുപിടിക്കുന്നതും എങ്ങനെയാണ് അങ്ങോട്ടേക്ക് എത്തുന്നതും ആ നെറ്റ്വർക്കിലേക്ക് കയറുന്നതൊക്കെ? ഒരു യൂട്യൂബ് ആഡ് ത്രൂ ആദ്യം കണ്ടത്. ആദ്യം കണ്ടപ്പോൾ തന്നെ ഞാൻ ഉപ്പാണ്ട് ചോദിച്ചു, ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് കൊച്ചിയിൽ, കോഴിക്കോട്ടേന്. അപ്പോൾ പിന്നെ ഞാൻ ചോദിച്ചു, ഇങ്ങനെ 10,000 രൂപ ഒക്കെ കൊടുക്കണം, അപ്പോൾ പോകണോ? ഞാൻ പഠിക്കാനല്ല പ്ലാൻ. പറഞ്ഞു എന്തായാലും പോകണം, അത് എത്ര പൈസ എന്നുള്ളത് നോക്കണ്ട. അങ്ങനെ ഉപ്പ പറഞ്ഞിട്ടാണ് അന്ന് പ്രോഗ്രാമിന് പോയത്. അടിപൊളി. പക്ഷെ അന്ന് അവരുടെ ഒരു ക്ലബ്ബ് ഉണ്ട്, കിങ്സ് ക്ലബ്ബ്. അതിൽ അന്ന് ഞാൻ ജോയിൻ ചെയ്തില്ല, കാരണം അന്ന് പഠിക്കാൻ പോകുന്ന പ്ലാൻ ആയതുകൊണ്ട് തന്നെ MBAക്ക് പോയിരുന്നു ബാംഗ്ലൂർ. പക്ഷെ അത് ഡ്രോപ്പ് ചെയ്ത്, നാട്ടിൽ ഈ ബിസിനസ് നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പഠിക്കാൻ പറ്റുന്നില്ല. MBAക്ക് എവിടെയായിരുന്നു പോയത്? ആചാര്യ കോളേജിൽ. ആചാര്യ കോളേജ്. ഓക്കെ, അത് ഡ്രോപ്പ് ചെയ്ത്. പിന്നെ നാട്ടിലെത്തി ബിസിനസ് ഒക്കെ ചെയ്ത് വീണ്ടും ഇവരുടെ ഒരു വെബിനാർ വന്ന്, അപ്പൊ അതിൽ വീണ്ടും ജോയിൻ ചെയ്തു. അന്ന് ഞാൻ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ജോയിൻ ചെയ്തത്. ഇത് പല സ്ഥലത്ത് നിന്ന് നമുക്ക് ഇപ്പോഴും കോൾ വരുന്നുണ്ട്, കോയമ്പത്തൂരിൽ നിന്ന്, എറണാകുളത്ത് നിന്ന്, പിന്നെ മംഗലാപുരം നിന്നൊക്കെ. ഒരു ബ്രാഞ്ച് നമുക്ക് ഇവിടെ തുടങ്ങിയാലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത് എക്സ്പാൻഷൻ സീക്രട്സ് പറഞ്ഞിട്ടൊരു 3-day വെബിനാർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ജോയിൻ ചെയ്ത്. അപ്പോൾ പുള്ളി പറഞ്ഞത് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യരുത്. കാരണം ഈ സിസ്റ്റംസ്, ഈ കാര്യങ്ങൾ ഇതൊക്കെ പ്രോപ്പർ ആവാതെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളതും പോകുന്നുള്ള ഒരു ഇൻസൈറ്റ് കിട്ടി. അപ്പം ഞാൻ തീരുമാനിച്ചു ഇപ്പം എക്സ്പാൻഡ് ചെയ്യണ്ട, 2-3 കൊല്ലം കഴിഞ്ഞിട്ട് എക്സ്പാൻഡ് ചെയ്യാന്നുള്ളത്. ഒന്നും കൂടി ഉറക്കട്ടെ, വേര് ഉറക്കട്ടെ. അതെ. പിന്നെ ഞാൻ ആ കിങ്സ് ക്ലബിലും കയറി. അതിൽ നിന്ന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറെ ഇൻസൈറ്റ്. എങ്ങനെയാണ് ഈ കിങ്സ് ക്ലബ്ബ് വർക്ക് ചെയ്യുന്നത്? കിങ്സ് ക്ലബ്ബ് ഡെയിലി രാവിലെ ഒരു ക്ലാസ് ഉണ്ടാവും. അത് നമ്മുടെ ഒരു ആപ്പിലും കൂടെ അവര് പോസ്റ്റ് ചെയ്ത് തരും. അപ്പോൾ നമുക്ക് എവിടെ നിന്നും ആ സംഭവം അതിൽ റിയൽ ടൈം ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ ഇൻസൈറ്റ്സും ഷെയർ ചെയ്യും. അതുപോലെ അനിൽ സാറിന്റെ ക്ലാസ്സസും ഉണ്ടാവും. ഓക്കെ, എന്താണ് അവിടെ എക്സാക്ട്ലി എന്താ നടക്കുക? എല്ലാ ദിവസവും ഒരു വീഡിയോ ഉണ്ടാവുമോ? എല്ലാ ദിവസവും വീഡിയോ ഉണ്ടാവും. അതിൽ 3 ദിവസം അനിൽ സാറിന്റെ തന്നെ സെഷൻസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് എങ്ങനെ? ഇത് മന്ത്ലി പാക്കേജ് ആണോ? അല്ല, ഇത് ഇയർലി. ഓക്കെ, ഇയർലി എന്താണ്, എത്രയാണ് പേ ചെയ്യുന്നത്? ഇയർലി 2 lakh പേ ചെയ്യണം. then you become a parts of കിങ്സ് ക്ലബ്. ഈ കിങ്സ് ക്ലബ്ബിൽ നിങ്ങൾക്ക് ബാക്കിയുള്ളവരായിട്ട് നെറ്റ്വർക്ക് ചെയ്യാൻ പറ്റുമോ? ആ ക്ലബ്ബിൽ നെറ്റ്വർക്ക് ചെയ്യാം, പക്ഷെ അതിൽ ആരുമായിട്ട് അങ്ങനെ ബിസിനസ് ചെയ്യൂല. നമ്മളെ ഐഡിയാസും എങ്ങനെ ബിസിനസ് ചെയ്യണം എന്നുള്ള അവരുമായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. അതായത് ഐഡിയാസും കിട്ടും, നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം, എന്താ ചെയ്യേണ്ടത്, അതിൽ നിന്ന് ഗൈഡൻസ് കിട്ടും. ഓക്കെ, അപ്പൊ ഇതൊരു ഈക്കോ മാഫിയന്റെ ഹയർ വേർഷൻ ആയിട്ട് പറയാൻ പറ്റും? അതെ, പറയാൻ പറ്റും. ഓക്കെ, ഈക്കോ മാഫിയ എന്നുള്ളത് ഒരു ഇക്കോമിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ടോട്ടൽ ഒരു ബിസിനസിനെ ബേസ് ചെയ്തിട്ടില്ലാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ AI പോവാണ്.
ഓക്കെ. അപ്പൊ എഗെയിൻ ഫർണിഷ് ഷോപ്പിൽ നിങ്ങൾ ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട് ഏതൊക്കെ വഴിക്ക് പോവാന്ന്? അപ്പൊ ഒരു ബേസിക് ഐഡിയ ഉണ്ട്. ബിൽ ബോർഡ്സ് നിങ്ങൾ ഓൾറെഡി തുടങ്ങി. ആ ബിൽ ബോർഡ്സ് നിങ്ങൾ അപ്പൊ എത്ര ബിൽ ബോർഡ്സ് എടുത്ത്? ഇപ്പൊ ഒറ്റൊന്നും എടുത്തിട്ടുള്ളൂ. ഒരെണ്ണം എടുത്ത്. എന്റെ ഒരു ഇതെന്ന് വെച്ചാൽ ആ ഒരു ബിൽ ബോർഡ്സ് വെച്ചിട്ട് തന്നെ മാക്സിമം റീൽസ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ. കാരണം കുറെ ബിൽ ബോർഡ്സ് ചെയ്യുമ്പോൾ കുറെ എക്സ്പെൻസ് വരുമല്ലോ. അതെ, കറക്റ്റ്. അതിന് ഒരു ബിൽ ബോർഡ് എടുക്കുക, എന്നിട്ട് അതിന്റെ മുകളിൽ മാക്സിമം റീൽസ് ക്രിയേറ്റ് ചെയ്യുക. റീൽസ് അത് അടിപൊളി ഐഡിയ. ഓക്കെ. ആ ബിൽ ബോർഡ്സ് ഇനി എന്താണ്? വാട്ട് എൽസ് ആർ യു പ്ലാനിങ് ടു ഡു? ഇനി ഇപ്പൊ ഈ ബിഗ് ബില്യൺ ഡേയ്സ് ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ പോലെ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ഒരു വൻ സെയിൽ പ്ലാൻ ചെയ്താലുണ്ട് കേരളത്തിലെ മൊത്തം ഷോപ്പ് ഓണേഴ്സിനെ ആർക്കൊക്കെ ഇതിൽ പങ്കെടുക്കാൻ പറ്റുമോ ഒരു 3 ഡേയോ 2 ഡേയോ സെയില് പ്ലാൻ ചെയ്ത് അതൊരു സക്സസ് ആക്കി മാറ്റണം എന്നുള്ളതാണ് അടുത്ത പ്ലാൻ. ഓക്കെ. അപ്പൊ അതാണ് ഇപ്പം തലയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഞാൻ 2-3 സാധനങ്ങൾ വേറെയും പറഞ്ഞുതരാം. നിങ്ങൾ ഇപ്പം ഓൾറെഡി ഓർഗാനിക് കണ്ടന്റ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് നിങ്ങൾ പറഞ്ഞു 10 ചെയ്യുമ്പോൾ 1-2 ഒക്കെ 100K അടിക്കും. അതാണ് നിങ്ങളെ വൈറാലിറ്റി. ശരിയാണ്. ഇനി ഈ കണ്ടന്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ആക്ച്വലി പെയ്ഡ് ആഡ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ബിസിനസ് ആക്ച്വലി മൾട്ടിപ്ലൈ ചെയ്യും. ഞാൻ എവിടെയോ ആൾക്കാർക്ക് ആ ഒരു ഡൗട്ട് ഉണ്ട് മൊത്തത്തിൽ മാർക്കറ്റിൽ. എനിക്കും ഉണ്ട്. പെയ്ഡ് ആഡ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ പിന്നെ കേറൂല എന്നുള്ള. ഇത് നിങ്ങൾക്ക് വേറെ പ്രൊഫൈലിൽ ചെയ്തൂടെ? അത് നിങ്ങൾക്ക് ആ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ പ്രൊഫൈൽ ചെയ്താൽ. ഞങ്ങൾക്ക് ഇതുവരെ പ്രശ്നം വന്നിട്ടില്ല. ഞങ്ങൾ കുറച്ച് ആബിദ റഷീദും വേറെ കുറച്ച് ബ്രാൻഡ്സും മാനേജ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ വീഡിയോ തന്നെ എടുത്തിട്ട് നമ്മൾ ആഡ്സ് റൺ ചെയ്യും. ആഡ്സ് മാനേജറിലാണ് ചെയ്യുക. അത് നിങ്ങളൊരു പെർഫോമൻസ് മാർക്കറ്റിംഗ് കൺസൾട്ടന്റ് ഹയർ ചെയ്താൽ മതി. അതൊന്ന്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് SEO ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല. SEO ഞാൻ ഈ ഇൻസ്റ്റഗ്രാമിൽ കൊടുക്കുന്ന കീവേഡ്സിൽ കുറെ ക്യാപ്ഷൻസ് കൊടുക്കുന്നല്ലാതെ വെബ്സൈറ്റ് SEO ഒന്നും. യു ഷുഡ് ഡെഫിനറ്റ്ലി ഡു ദിസ്. ഇപ്പൊ നിങ്ങൾ 2 സ്ഥലത്ത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാത്ത പെയ്ഡ് ആഡ്സ് കാരണം എന്താ അറിയോ? ഇത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലി 10 ആവും ഇപ്പൊ നിങ്ങളെ ബിസിനസ്. കാരണം ഈ സാധനം ഓൾറെഡി വർക്കിംഗ് വീഡിയോ ആണ്. വേറെ അക്കൗണ്ട് വേണം നിർബന്ധമില്ല. നമ്മുടെ സെയിം അക്കൗണ്ട് യൂസ് ചെയ്യാം. അത് പിന്നെ നിങ്ങൾ ഒരു പെർഫോമൻസ് മാർക്കറ്റിംഗ് കൺസൾട്ട് ഇപ്പം ഷംസ് അല്ലെങ്കിൽ ഷെബിനൊക്കെ പെർഫോമൻസ് മാർക്കറ്റിംഗ് കൺസൾട്ട് നമ്മളെ ഗ്രൂപ്പിൽ തന്നെ ഉണ്ട്. നമ്മളെ മെന്റർ മാർക്കറ്റ് പ്ലേസിൽ വേഗം കിട്ടും. അവരെ ഹയർ ചെയ്യുക. അവർക്ക് പണി അറിയാം. പിന്നെ നിങ്ങളെ കേസിൽ ഏറ്റവും വലിയ ഗുണം എന്താ അറിയോ? നിങ്ങൾക്ക് ഹൈ ടിക്കറ്റ് സെയിൽസാ. അതുകൊണ്ട് യു ക്യാൻ സ്പെൻഡ് മോർ. നിങ്ങൾക്ക് കറക്റ്റ് ആൾക്കാരെ കിട്ടും. ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി. എനിക്കൊന്ന് ഈ SEO ഇസ് ഫോർ ദ ലോങ് റൺ. SEO പോലെ അതായത് പിന്നെ നാളെപ്പം SEO ഇപ്പോ ബെഡ്റൂം സെറ്റ് അടിക്കാമോ ഓട്ടോമാറ്റിക്കലി മുകളിൽ കയറി വരണം. അത് നിങ്ങൾ SEO ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ സെർച്ച് ആണെങ്കിലും ഇപ്പൊ കുറെ ആൾക്കാർ ChatGPT ചെയ്യുന്നത്. ഇതിലൊക്കെ മുകളിൽ കയറി വരണമെങ്കിൽ അതിന് ഒപ്റ്റിമൈസേഷൻ ചെയ്യണം. അത് കണ്ടിന്യൂസ് ഒപ്റ്റിമൈസേഷൻ ആണ്. പെയ്ഡ് ആഡ്സ് നിങ്ങൾ ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾക്ക് സെയിൽസ് ഉണ്ടാകും. കാരണം നിങ്ങൾ ഓൾറെഡി ചെയ്തത് എന്താ? നിങ്ങൾ ട്രസ്റ്റ് ബിൽഡ് ചെയ്തു. മാൻലി ഫർണിച്ചർക്ക് ഒരു ട്രസ്റ്റ് ഉണ്ട്. നിങ്ങളെ അസീം എന്നുള്ള ഫൗണ്ടറിന് ഒരു ട്രസ്റ്റ് ഉണ്ട്. നോ യു ലെവറേജ് ദിസ് ട്രസ്റ്റ്. ആൾക്കാർക്ക് ഓക്കെ നിങ്ങൾ സാധനം കൊടുക്കും. നിങ്ങൾക്ക് സിസ്റ്റംസ് ഒക്കെ ബിൽഡായി. അപ്പൊ നിങ്ങൾ സാധനം കൊടുക്കുമെന്ന് അറിയാം. അവർ നോക്കുമ്പോൾ കമന്റ്സ് ഒക്കെ നോക്കാം. അവർക്ക് മനസ്സിലാവും ഈസ് ഹി ലെജിറ്റിമേറ്റ്, ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് മനസ്സിലാവും. എന്നിട്ട് നിങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ സെയിൽസ് കൂടും ഒറ്റയടിക്ക്. യു ക്യാൻ സ്റ്റാർട്ട് ഇറ്റ് ഫ്രം ടുമോറോ. അപ്പൊ അത് വളരെ ക്ലിയർ ആണ്. അപ്പോൾ നിങ്ങൾ മാൻലി ഫർണിച്ചർ ചെയ്യുന്നു. മാൻലി ഫർണിച്ചർ SEO ആൻഡ് പെയ്ഡ് ആഡ്സ്. ഇതേപോലെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം മാത്രമേ ഇപ്പൊ ടാപ്പ് ചെയ്യുള്ളൂ. നിങ്ങൾ യൂട്യൂബ് നോക്കിയിരുന്നു? യൂട്യൂബ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ കിട്ടുന്ന ആ ഒരു വ്യൂസും ആ ഒരു ഇന്ററാക്ഷനും യൂട്യൂബിൽ കിട്ടുന്നില്ല. യൂട്യൂബിൽ എന്താ ട്രൈ ചെയ്തത്? ഷോർട്സ് ആണോ ലോങ് ഫോം? ഷോർട്സ്. യു ഷുഡ് ലുക്ക് അറ്റ് ലോങ് ഫോം. അതായത് ബെസ്റ്റ് ബെഡ്റൂം ഫർണിച്ചർ എന്നടിക്കുമ്പോൾ നിങ്ങളെ വീഡിയോ മുകളിലേക്ക് കയറി വന്നാൽ ഇത് ലോങ് ടേമിൽ നിങ്ങൾക്ക് ഭയങ്കര ഇമ്പാക്റ്റ് ആയിരിക്കും. പക്ഷെ ഇപ്പൊ ആൾക്കാർ ലോങ് വീഡിയോസ് കാണുന്നു കുറഞ്ഞില്ലേ? ഇഷ്ടം പോലെ കാണുന്നുണ്ട്. യൂട്യൂബെല്ലാം കൂട്ടി പോലെ. യൂട്യൂബിന്റെ മൊത്തം റവന്യൂ ആണല്ലേ. പക്ഷെ ആൾക്കാർക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കാം. ഓക്കെ, ഞാൻ വേണമെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇത് തന്നെ നമ്മളെ ഈ സ്പേസ് അങ്ങോട്ട് റിവ്യൂ ചെയ്തോ. ഇത് റിവ്യൂ ചെയ്ത് വീഡിയോ ഇട്ടിട്ട് നിങ്ങൾക്ക് ട്രാഫിക് മാൻലി ഫർണിച്ചറിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ ഹൗസ് വാമിംഗ് ഒക്കെ ചെയ്ത ഒരു വീട്. കറക്റ്റ്. നിങ്ങളെ ഫർണിച്ചറിലെ വീട് അവിടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് അത് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നിങ്ങളെ വെബ്സൈറ്റിലേക്ക് സാധനം വരും. ഫോർ എക്സാമ്പിൾ ഈ ടേബിൾ എനിക്കിപ്പോൾ വാങ്ങിക്കണം. എനിക്ക് യൂട്യൂബിൽ ഡയറക്റ്റ്ലി ക്ലിക്ക് ചെയ്ത് വാങ്ങിച്ചൂടെ? നല്ലൊരു ഓപ്പർച്യൂണിറ്റി. അപ്പൊ അങ്ങനത്തെ കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതിന്. അപ്പം നിങ്ങളിപ്പോൾ ഓൾറെഡി ബ്രാൻഡ് ബിൽഡ് ചെയ്തു. നൗ ടേക്ക് ഇറ്റ് ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ AI എങ്ങനെയാണ് നിങ്ങളെ ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നത്? AI ഇപ്പൊ യൂസ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ചാറ്റ് ബോട്ടിൽ ത്രൂ ആണ്. ഓക്കെ, ആൾക്കാർ മെസ്സേജ് അയച്ചാൽ നമ്മുടെ ആരുടെ ഒരു ഇതില്ലാതെ
ഓട്ടോമാറ്റിക് റിപ്ലൈ പോകുന്ന ഓട്ടോ റിപ്ലൈ ആണ്, പക്ഷെ AI അല്ല, ഓട്ടോ റിപ്ലൈ ആണ്. DM ഓട്ടോമേഷൻ ആണ് ചെയ്തത്. വേറെ എവിടെയെങ്കിലും AI യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ടെലികോളർ ഉണ്ട്. ആ. ടെലികോളർ AI വെച്ച് ചെയ്യുന്നുണ്ട്. ആ. പിന്നെ എന്റെ മനസ്സിൽ പുതിയൊരു ഐഡിയ ഉണ്ട്. ഈ ആ. സംഭവം തന്നെ സെയിൽസ് സ്റ്റാഫിനെ റോബോട്ട് വെച്ചിട്ട് ആ. ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റും. AI ടെലികോളർ എന്താണ്? ടെലികോളർ ഇപ്പം കോൾ എടുക്കുന്നത് ആ. ഒരു ഇതായിരിക്കും. ആ. നമ്മളിപ്പം വിളിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂർ കിട്ടണമെന്നില്ല. സ്റ്റാഫ് 6 മണിയാകുമ്പോൾ പോകും. കറക്റ്റ്. അപ്പൊ ടെലികോളർ ആണെന്ന് അതിൽ മലയാളം, ഇംഗ്ലീഷ്, തമിഴ് എന്നുള്ള പ്രോംപ്റ്റ് കൊടുത്തതിനാൽ നമ്മുടെ ഡീറ്റെയിൽസും ടൈമിംഗ് ഒക്കെ കൊടുത്തതിനാൽ കസ്റ്റമർക്ക് ആ ഡീറ്റെയിൽസ് അഡ്രസ് ഒക്കെ പറഞ്ഞു കൊടുക്കും. ബേസിക്കലി ഓട്ടോമേഷൻ ആണ് ചെയ്തത്. ഓട്ടോമാറ്റിക്. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളെ കേസിൽ ഇപ്പൊ ഇക്കോ മാഫിയ എന്ത് ഡൗട്ടിന് നമ്മൾ AI ഏജന്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളത്തിലും ഇംഗ്ലീഷിലും വോയിസ് ആയും ടെക്സ്റ്റ് ആയി ചോദിച്ചു കഴിഞ്ഞാൽ റിപ്ലൈ കിട്ടും. അത് തന്നെയാണ് അതേ അല്ല, പക്ഷെ ആ റിപ്ലൈ ഇപ്പൊ നിങ്ങൾ അടിച്ചു കൊടുത്ത റിപ്ലൈ കിട്ടുള്ളൂ. നമ്മൾ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് റിപ്ലൈ കൊടുക്കും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലൂഡോട്ട് പറഞ്ഞൊരു സാധനമാണ്. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോണ്ടെക്സ്റ്റ് കൊടുത്താൽ മതി. ഇപ്പം എനിക്ക് ഫർണിച്ചറിന്റെ മുകളിൽ നിങ്ങൾ ചെയ്ത ഒരു പോഡ്കാസ്റ്റ് കാണണമെന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങളെ പോഡ്കാസ്റ്റ് അയച്ചു കൊടുക്കും. അല്ലെങ്കിൽ എനിക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ് ആളാരാണ്, നമ്മളെ മെന്റർ മാർക്കറ്റ് പ്ലേസ് അയച്ചു കൊടുക്കും. ഇനി എനിക്ക് ഈ നെറ്റ്വർക്കിൽ എങ്ങനെ ജോയിൻ ചെയ്യാം, നമ്മളെ മാഫിയനെ അയച്ചു. ഇതൊന്നും നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതേ മെസ്സേജ് അല്ല പോവുക. ഓരോരുത്തർക്കും കോണ്ടെക്സ്റ്റ് അനുസരിച്ച് മെസ്സേജ് കൊടുക്കും. നിങ്ങളെ ബിസിനസ്സിൽ ഇനി കുറേ സാധനങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഫോട്ടോസ് ഒക്കെ എങ്ങനെ എടുക്കണേ നിങ്ങളെ ഫർണിച്ചറിന്റെ? നമ്മൾ സാധാ ഫോണിൽ തന്നെ. ഫോണിൽ ഈ ഹയർ ചെയ്ത ആളാണ് എടുക്കണേ? അതുവരെ നിങ്ങളാണ് എടുക്കല്? കാറ്റലോഗ്സ് ആരാ ഉണ്ടാക്കുക? കാറ്റലോഗ്സ് അതുവരെയൊക്കെ ഞാൻ തന്നെ. ഇപ്പൊ പുറത്തുനിന്ന് ഒരാളെ വെച്ചിട്ട് ചെയ്യുന്ന സ്റ്റോറി ഇടുന്നെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ആളപ്പം കിട്ടും. ആളെ കിട്ടും. നൈസ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ AI വല്ലതും യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് AI യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ടേബിളിന്റെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിന്റെ ഫോട്ടോ എടുത്തിട്ട് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റണം, അതൊക്കെ ചെയ്യലുണ്ട്. അതൊക്കെ ചെയ്യണം. ഓക്കെ, നൈസ്. ഒരു പോസ്റ്റർ, ഒരു പ്രോംപ്റ്റ് കൊടുത്തതിനാൽ മറ്റൊരു ആപ്പും ഉണ്ട്, ഫോട്ടോ റൂം എന്നിട്ടുള്ള. അതിന്റെ ബാക്ക്ഗ്രൗണ്ടും കട്ട് ചെയ്ത് നല്ല പോസ്റ്ററായി വരും. പക്ഷെ ഞാൻ അതിലിപ്പോ ടൈം സ്പെൻഡ് ചെയ്യാറില്ല. അതൊക്കെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കും. അതൊക്കെ കൊടുത്ത് ഇനി നമ്മള് ടോപ്പ് ഓഫ് ദ ഫണല്. അതെ, ഇതെങ്ങനെ എക്സ്പാൻഡ് ചെയ്യാന്നുള്ളത് ഞാന് 1.5 കൊല്ലം കൊണ്ട് ഇവിടെ എത്തിച്ച ഒരാൾ ആദ്യമായിട്ട് കാണുക. പക്ഷെ ഐ തിങ്ക് യു ആർ ഓൺ ദ റൈറ്റ്. നിങ്ങൾക്ക് ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്, എങ്ങനെ ഡെലിഗേറ്റ് ചെയ്യണം, സിസ്റ്റംസ് എങ്ങനെ ബിൽഡ് ചെയ്യണം. സോ യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. അത് സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് തന്നെയാണ് 100% 1.5 വർഷം കൊണ്ട് എത്താൻ പറ്റിയത്. വെരി നൈസ്. എന്താണ് ഒരു ബിൽ ബോർഡ് ഒക്കെ എടുക്കാൻ എന്താണ് കോസ്റ്റ്? നോർമലി അവിടെ വന്നത് 5 lakh ആണ്. 5 lakh ഫോർ ഹൗ മെനി മന്ത്സ്? 5 months. 5 months. അതായത് ഒരു മാസത്തിന് 1 ലക്ഷം രൂപ. അത് പ്രൈം ഏരിയയിലാണോ? അത് നല്ല ഹൈവേ പോകുന്ന ഏരിയ ആണ്. അപ്പൊ അതിനുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് സൈറ്റ് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ കണ്ണൂർ ടൗണിൽ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇതേ കോസ്റ്റിന് കിട്ടും? അതിനേക്കാളും കോസ്റ്റ് കൂടും. എത്ര ഉണ്ടാവും ഏകദേശം? 5 എന്നുള്ള ഒരു 7-8 വരും. 7-8. പക്ഷെ ഈ 5 മാസത്തേക്ക് എടുക്കാറ്റുള്ളൂ, 1 മാസത്തേക്കൊന്നും എടുക്കാൻ കഴിയില്ല? എടുക്കാൻ പറ്റും, പക്ഷെ അന്നേരം നഷ്ടമാണ്. കാരണം എന്തായാലും പ്രിന്റിംഗ് ചാർജ് കൊടുക്കണം. പ്രിന്റിംഗ് ചാർജ് വേറെയാണ്. അതിന് എത്ര ചാർജ് ഒക്കെ വരും? അതിന് ഇതിന് എനിക്കൊന്ന് 45 വന്നു. 45,000. എന്താണ് അതിന്റെ ഒരു സൈസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ? വലിയ സൈസ് 71 feet into 43 feet. 71 into 43 feet. കറക്റ്റ് നോക്കണം. ഓക്കെ, അപ്പൊ അത് കൊടുത്ത് എന്തായാലും കൊടുത്ത് അപ്പൊ കുറച്ച് മാസങ്ങൾ വെച്ചാൽ നിങ്ങൾക്ക് അത് മുതലാവുള്ളൂ. അതെ, ഇല്ലെങ്കിൽ പിന്നെ പ്രിന്റിംഗ് ചാർജ് നഷ്ടമാണ്. മനസ്സിലായി. അപ്പൊ അവിടുന്ന് ഡയറക്ട്ലി ആൾക്കാർ നിങ്ങളെ ഔട്ട്ലെറ്റിലേക്ക് എത്തുന്നുണ്ടോ? അത് എപ്പോഴെങ്കിലും ട്രാക്ക് ചെയ്തിരുന്നോ? ഒരാൾ വന്നിരുന്നു, പക്ഷെ അയാള് ഫർണിച്ചർ ഷോപ്പുകാരനാണ്. പുള്ളി വെറുതെ കോട്ടയത്തുള്ള ഒരാള് മംഗലാപുരറ്റം പോയി തിരിച്ചു വരുമ്പോ ആ ബോർഡ് കണ്ടോണ്ട് അപ്പം മാപ്പിൽ അടിച്ചു നോക്കി ഇത് എവിടെയാന്നുള്ളത്. അപ്പൊ അത് നോക്കിയിട്ട് വന്നതേ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ, പിന്നെ അറിയാത്തത് വേറെ ഉണ്ടാവും. ഈ ഗ്ലോബലി നമ്മുടെ ഓഡിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ അതില് തിരിച്ചു പോകുമ്പോ ഈ ബോർഡ് കാണുമ്പോ അവര് റിയലൈസ് ചെയ്യും ഇവിടെ അടുത്താണെങ്കിൽ. അടുത്താണോ? ബോർഡിന്റെ അടുത്താണോ? ബോർഡിന്റെ അടുത്ത്. എത്ര ദൂരം? ഒരു 4-5 കിലോമീറ്റർ. ഓക്കെ, നിങ്ങൾ മാപ്പിന്റെ കാര്യം പറഞ്ഞപ്പോ ഞങ്ങൾ ആക്ച്വലി നിങ്ങൾ ഗൂഗിൾ മാപ്സ് നോക്കിയിരുന്നു. ഗൂഗിൾ മാപ്സിൽ അത്യാവശ്യം നല്ല റിവ്യൂ ഉണ്ട്. എന്താണ് അതിന്റെ തോട്ട് പ്രോസസ്? അത് ആൾക്കാർക്ക് ഇനിയും പർച്ചേസ് ചെയ്യാം. നമ്മള് ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ എവിടുന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും നമ്മളെ കിട്ടണം എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഗൂഗിൾ മാപ്സിന്റെ ഐഡിയ കിട്ടിയേ. ഗൂഗിൾ മാപ്സിന്റെ ഐഡിയ നിങ്ങളൊരു പോഡ്കാസ്റ്റ് ഫസ്റ്റ് ഏറ്റവും വൈറലായ പ്രസാദ് കാർത്തികിന്റെ കൂടെ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ റിവ്യൂസ് എങ്ങനെ എടുക്കല്?
റിവ്യൂസ് കസ്റ്റമർക്ക് നമ്മുടെ ഇത് അയച്ചു കൊടുക്കും, ലിങ്ക് അയച്ചു കൊടുക്കും. ആ. എന്നിട്ട് നിങ്ങളുടെ റിവ്യൂസ് ഇടണം എന്നുള്ള രീതിയിൽ തന്നെ അതിന് എന്തെങ്കിലും എക്സ്ട്രാ ഇൻസെന്റിവൈസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്? സ്റ്റാഫിന് ഇൻസെന്റീവ് കൊടുക്കും. ആ. ഒരു റിവ്യൂ അല്ല 10 റിവ്യൂക്ക് 100 രൂപ അങ്ങനെ എന്തോ ആ. സ്റ്റാഫിന് കൊടുക്കും. അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ. അപ്പൊ നമ്മളെ പോഡ്കാസ്റ്റുകൾ റിയലി യൂസ്ഫുൾ ആണ്. അതെ. നിങ്ങൾ സുനിലിന്റെ കണ്ടു, എന്റേത് കണ്ടു, വേറെ ഏതാ കണ്ട്? ആഷിഖ് CS-ന്റെ ആഷിഖ് സിയസിന്റെ അതാണ് ഏറ്റവും ഹെൽപ്ഫുൾ ആയത്. ഓ നൈസ്. എനിക്ക് ഷാൻഖാന്റെ തോന്നിയിൽ ഏറ്റവും ബെസ്റ്റ് പോഡ്കാസ്റ്റ്. ആണോ? ആഷിഖിനെ പോയി കണ്ടോ? എന്നിട്ട് കണ്ട്. എന്നിട്ട് എന്ത് സംഭവിച്ചു? എന്നിട്ട് നമ്മുടെ LLP ആയി ഫോം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ. ഒരു ഹോൾഡിംഗ് കമ്പനി ഉണ്ടാക്കിയിട്ട് അതിന്റെ അടിയിൽ മാൻലി ഫർണിച്ചറും ഫർണിഷ് ഷോപ്പും കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആഷിഖായിട്ട് ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട്. വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നാട്ടുകാർ മൊത്തം സംഭവം മാഫിയ വർക്ക് ചെയ്യുന്നുണ്ട്. വർക്ക് ചെയ്യുന്നുണ്ട്. വെരി നൈസ്. അപ്പൊ എനിക്ക് തോന്നുന്നത് യുവർ അബ്സല്യൂട്ട്ലി ഓൺ ദ റൈറ്റ് പാത്ത്. അപ്പൊ മുന്നോട്ട് പോട്ടെ. നമുക്ക് ഭയങ്കര ലേണിങ്സ് ആയിരുന്നു. പക്ഷെ ഐ തിങ്ക് യു വിൽ ഒരു 100 CR ബ്രാൻഡ് ഫർണിച്ചർ ബ്രാൻഡ് ഇവിടുന്ന് ഉണ്ടാവും എനിക്ക് ഏകദേശം ക്ലിയറാണ്. ഇൻഷാ അല്ലാഹ്. പക്ഷെ നീ എത്രത്തോളം ആൾക്കാരുമായിട്ട് അലൈൻ ചെയ്ത് കൊണ്ടുപോകുന്നു, ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഗോ ഹയർ. താങ്ക് യു വെരി മച്ച് ഫോർ കമ്മിങ് ടു ഇക്കോം ഷോ. വെൽക്കം. താങ്ക് യു.